യേശുക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തെ പരാമർശിക്കുന്ന യേശുവിൻ്റെ പഠിപ്പിക്കലുകളും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളും മാത്രം ചേർത്തെഴുതിയ 4 കൃതികളാണ് 4 സുവിശേഷങ്ങൾ. ഒരു സുവിശേഷവും യേശുവിൻ്റെ സമ്പൂർണ്ണ ജീവചരിത്രം അല്ല. കാരണം യേശുവിൻ്റെ ഒരു സമ്പൂർണ്ണ ജീവചരിത്രം എഴുതുക സാധ്യമല്ല എന്ന് യോഹന്നാൻ തന്നെ പറയുന്നു. യേശുവിൻ്റെ സകല പ്രവൃത്തികളും എഴുതിയാൽ ആ എഴുതുന്ന പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ അത് തികയുകയില്ല എന്ന് പറയുമാറ് കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഏറ്റവും അധികം ജനസ്വാധീനം ഉളവാക്കിയ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ ഈ ജീവചരിത്രങ്ങൾ എന്ന രൂപേണ സുവിശേഷങ്ങളെ ചെറുതായി കാണാനും പാടില്ല. അതിൽ ജീവചരിത്രമുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ യേശു എവിടെ ജനിച്ചു, യേശുവിൻ്റെ കാലഘട്ടത്തിലെ ഓരോ സംഭവങ്ങളുടെ കൃത്യമായ ഒരു എഴുത്തിന് അല്ല സുവിശേഷകർ ശ്രദ്ധ ചെലുത്തിയത്. വിശേഷിച്ച് അവർ കൂടുതൽ ഊന്നൽ നൽകിയത് യേശു എന്ന ആ വ്യക്തിത്വത്തിൻ്റെ മഹിമ സൂചിപ്പിക്കാനാണോ എന്ന്. 2, ആ പ്രവൃത്തികൾ, യേശു ചെയ്ത ആ പ്രവൃത്തികളുടെ അർത്ഥം വിശദീകരിക്കാനും ആ പ്രവൃത്തിയിൽ അടങ്ങിയിരിക്കുന്ന വലിയ സന്ദേശം ഉലകത്തിന് കൊടുക്കാനുമാണ് അവർ ശ്രദ്ധ ചെലുത്തിയത്. ഞാനിത് പറയുമ്പോൾ ബൈബിളിൻ്റെ വിമർശകരായ ആൾക്കാരുണ്ട്. ഈ ആളുകൾ വസ്തുതാപരമല്ലാതെ ബൈബിളിനെ സമീപിക്കാറുണ്ട്. വിശേഷിച്ച് കേരളത്തിലൊക്കെ വലിയ എത്തിസ്റ്റുകളുടെ കോൺഫറൻസും പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്ന പല ആളുകളും ഒരു ബുദ്ധിമാനെപ്പോലെ നിന്നുകൊണ്ട് ബൈബിളുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ബൈബിളിൽ ആരോപിക്കുകയാണ്. ബൈബിളിൽ അത് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് പാമ്പാടിയിൽ, കോട്ടയം ജില്ലയിലെ പാമ്പാടിയിൽ എത്തിസ്റ്റുകളെ വിളിച്ച്, അവരിലെ പ്രധാനികളെ തന്നെ വിളിച്ച് ഒരു ഡിബേറ്റ് നടത്തുകയുണ്ടായി. ആ ഡിബേറ്റിൽ ഒരു സുഹൃത്ത്, ഒരു പ്രായമുള്ള മനുഷ്യനാണ്, അദ്ദേഹം പല വീഡിയോകളിലൂടെ ധനനായ പൗലുസിനെ പറ്റി അദ്ദേഹം സ്വവർഗരതി, ഹോമോസെക്സ്വലാണ് എന്നൊരു നിലയിൽ പ്രചാരണം നടത്തിയിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടിരുത്തി അദ്ദേഹത്തിന് പ്രസംഗിക്കാനൊക്കെ സമയം കൊടുത്തിട്ട് താങ്കൾ പറഞ്ഞതിൻ്റെ തെളിവെന്ത്, ഈ തെളിവ് നൽകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ആകെ പരിക്ഷീണനായി. ഞങ്ങൾ കൂടുതൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് 85 വയസ്സുണ്ട്. അപ്പോൾ നമ്മളൊരു കരുണ കൊടുത്തു, ആ പ്രായത്തിന് ഒരു കരുണ കൊടുത്തു. കാരണം ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കല്ല, അദ്ദേഹത്തിൻ്റെ അബദ്ധം ലോകത്തിൻ്റെ മുമ്പിൽ കൂടുതൽ പ്രദർശിപ്പിക്കണം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തൊരു കാര്യം, ഇതേ വിഡ്ഢിത്തം അദ്ദേഹം പിന്നെയും ആവർത്തിച്ചിട്ട് എത്തിസ്റ്റുകൾ അദ്ദേഹത്തെ ആഘോഷിക്കുന്നു, അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നു. കാരണം അവർ സത്യസന്ധമായ ഒരു വിഷയത്തിൻ്റെ അന്വേഷണത്തെക്കാൾ വിശുദ്ധ ലിഖിതങ്ങളുടെ ആക്ഷേപത്തിന്, അതിനെ പരിഹസിക്കാൻ കിട്ടുന്ന ഒരവസരത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അതുകൊണ്ട് ഞാൻ ആമുഖമായി പറയട്ടെ, അനേക ഡിബേറ്റുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും അധികം അറിവ് കെട്ടവരായി, യാതൊരു തരത്തിലുള്ള അന്വേഷണപരതയും ഇല്ലാത്തവരായി ജീവിതത്തിൽ തോന്നിയത് എത്തിസ്റ്റുകളെ തന്നെയാണ്. സാധാരണ ഇതിൽ ആളുകൾ ചോദിക്കാറുണ്ട്, ആരെ കൈകാര്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരിക. ഞങ്ങളെ സംബന്ധിച്ചോളം പറയാം, ഏറ്റവും എളുപ്പം എത്തിസ്റ്റുകളെ കൈകാര്യം ചെയ്യാനാണ്. കാരണം യാതൊരു തരത്തിലും അറിവോ അന്വേഷണങ്ങളോ പഠനമോ ഇല്ലാതെ അവർക്ക് വിമർശിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു മുൻതൂക്കം നിലനിർത്തുക മാത്രമാണ് അത്തരക്കാർ ചെയ്യുന്നത്. അത്തരത്തിലെ ഒരാക്ഷേപം ഞാൻ അവരിൽ നിന്നല്ല, മറ്റൊരു സമൂഹം ഉന്നയിക്കുന്ന ഒരാക്ഷേപമുണ്ട്. അതിലൊന്ന്, ഈ ബൈബിളിൽ യേശുവിൻ്റെ ജീവചരിത്രങ്ങളായി 4 പുസ്തകങ്ങളുണ്ട്. ആ 4 പുസ്തകങ്ങൾ പരസ്പരം യോജിപ്പില്ലാതെ പോകുന്നു എന്ന് പറയാൻ അവർ അവസരം വേർതിരിക്കാറുണ്ട്. യോജിച്ചു പോകുന്നില്ലാതെ എന്നാണ് പറയുന്നത്. അത് അനേക ചിന്തകന്മാർ അത്തരത്തിലുള്ള അഭിപ്രായം വച്ചിട്ടുണ്ട്. അതിന് ചില ഉദാഹരണങ്ങളും എടുത്ത് കാണിക്കാറുണ്ട്. അതിലൊന്നാണ്, നമ്മുടെ കർത്താവായ യേശു യെരിഹോവിൽ നിന്ന് വന്നാറേ ഒരു കുരുടനെ സുഖപ്പെടുത്തി എന്ന് ഒരാൾ പറയുന്നു, ഒരു സുവിശേഷകൻ പറയുന്നു. ഒരു സുവിശേഷത്തിൽ അങ്ങനെ ഉണ്ട്. ഇതേ കാര്യം മറ്റൊരാൾ പറയുന്നു, അവൻ യെരിഹോവിൽ നിന്ന് പോയാറെ ഒരു കുരുടനെ സുഖപ്പെടുത്തി. നമ്മുടെ കുട്ടികളൊക്കെ കലാലയത്തിൽ ചെന്നിരിക്കുമ്പോൾ ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആളുകൾ അടുത്ത് വരും. ഒരിടത്ത് പറയുന്നു, ഗദരദേശത്ത് നിന്ന് 2 കുരുടന്മാർ, 2 മനോരോഗികൾ, 2 ഭൂതഗ്രസ്തർ യേശുവിനെ അഭിമുഖീകരിച്ചു. മറ്റൊരാൾ പറയുന്നു 1 ഭൂതഗ്രസ്തൻ എന്ന് പറയുന്നു. ഇത് ദൈവത്തിൻ്റെ വചനമെങ്കിൽ ഇങ്ങനെ വരാമോ? ഈ കോൺട്രഡിക്ഷൻസ് എങ്ങനെയാണ് പരിഹരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പ്രോബ്ലം? ഇത് ചോദിക്കുന്ന ആളുകളെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും.
ഞാൻ ഇത്തരം ചോദ്യങ്ങളെല്ലാം മറുപടി വീഡിയോകളാക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതുകൊണ്ട് സമഗ്രമായി ആ വിധത്തിലൊന്നും പോകാൻ അവസരമില്ല. കഴിഞ്ഞ ദിവസം നമ്മളുടെ ചെംസോഡിൽ നടന്ന മീറ്റിങ്ങിൽ അവിടെ ക്രൈസ്തവ എഴുത്തുപുരയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അതിൽ ഇത്തരം ചോദ്യങ്ങളായിരുന്നു അവർ പ്രധാനമായി ഉന്നയിച്ചത്. അതും യൂട്യൂബിൽ കിടപ്പുണ്ട്. ആവശ്യമുള്ളവർ കണ്ടാൽ ഇത്തരം ചോദ്യങ്ങളുടെ കൃത്യമായ ഒരു മറുപടി പറയാനായിട്ട് അവിടെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറയാനല്ല നിന്നത്. എങ്കിലും കുഞ്ഞുങ്ങളെ ഏറെ കണ്ടപ്പോൾ, ചെറുപ്പക്കാരെ ഏറെ കണ്ടപ്പോൾ അത്യധികമായ സന്തോഷം തോന്നുന്നു. അതുകൊണ്ട് അവർ കൂടി അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനങ്ങളായ ചില വിഷയങ്ങളാണ് വചനത്തോട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്നുള്ളത് നമ്മുടെ യുവതലമുറ, കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ തിരുവെഴുത്തിൻ്റെ സത്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു അത്യന്താപേക്ഷിതമായ സന്ദർഭം ഇവിടെ സംജാതമായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം കൂടി ഞാനൊന്ന് പറയാം. നമ്മളെത്തി നിൽക്കുന്ന ഈ രാജ്യം ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഭാഗമാണല്ലോ ഇതെല്ലാം. ഞാൻ വരുമ്പോൾ കർത്തദാസനുമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു. നോക്കണം, നമ്മളെ ഇന്ത്യയെക്കുറിച്ചൊക്കെ ഉള്ള അവിടുത്തെ ഇപ്പോൾ മാറി വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ നാട്ടിലെ പ്രസംഗങ്ങൾ? ഭാരതം ജഗദ്ഗുരുവാണ്, ഉലകത്തിന് മുഴുവൻ ഗുരുവായി ഭവിച്ച ഒരു രാജ്യമാണ് ഭാരതമെന്നും ഇന്ത്യയിലേക്ക് കയറി വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ ഇവിടുത്തുകാരോ പാശ്ചാത്യരായ ആളുകൾ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് സാങ്കേതിക വിദ്യകളൊക്കെ കരഗതമാക്കി അത് ഇംഗ്ലീഷിൽ മൊഴി മാറ്റിയിട്ട് അതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വളർന്നത് എന്ന രൂപേണയുള്ള ഒത്തിരി നരേഷൻസ് നിങ്ങളും കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ വന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ ഇതാരെയാണ് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നതെന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതോടുകൂടി അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ ലൈവ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ഒന്ന് മനസ്സിലാകാനായിട്ട് പറയട്ടെ. സാധാരണഗതിയിൽ പരസ്യത്തിനൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന, പൊതുവിലൊക്കെ നിന്ന് സംസാരിക്കുന്ന ആളുകളുടെ അരികിൽ വന്നിട്ട് ആരോപണം, ക്രൈസ്തവരായ നമ്മോട് ചില ആരോപണങ്ങൾ ചില ടീമുകൾ ബോധപൂർവം പറയാറുണ്ട്. അതിലൊന്ന്, നമ്മൾ പാശ്ചാത്യരെ, ബ്രിട്ടീഷുകാരെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ എൻ്റർടൈൻ ചെയ്തു. ബ്രിട്ടീഷുകാരോടായിരുന്നു നമ്മുടെ കൂറ്, സ്വാതന്ത്ര്യ സമരത്തിലൊന്നും നമുക്ക് പങ്കാളിത്തമില്ല എന്ന രൂപേണയൊക്കെയുള്ള ശബ്ദം നിങ്ങളും കേട്ടിട്ടുണ്ടാകും, അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഞാൻ ഇത്തരം കാര്യങ്ങൾ കേട്ട് അതിന് കൃത്യമായ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതും ചില വീഡിയോകളുണ്ട്. എന്താണ് അതൊന്ന് പറയാം. മിക്കപ്പോഴും നമ്മുടെ ആളുകളുടെ അരികിലേക്ക് വന്നിട്ട് നിങ്ങൾ ബ്രിട്ടീഷുകാരെ സ്വീകരിച്ച ആളുകളാണ്, ബ്രിട്ടീഷുകാരോട് നിങ്ങൾ വിധേയപ്പെട്ട ആളുകളാണ്, നിങ്ങളുടെ മനസ്സിപ്പോഴും ഇങ്ങനെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളോടാണ് എന്ന് പറയുന്ന ഒരു ആരോപണം. ആ ആരോപണം കേട്ടിട്ട് നമ്മുടെ ആളുകൾ തലകുനിച്ചു പോകുന്ന ഒരു രീതിയും കണ്ടിട്ടുണ്ട്. ഉത്തരമൊന്നും പറയാതെ ഒരു പാതി അവർ പറഞ്ഞത് ശരിയാണ് എന്ന അർത്ഥത്തിൽ സംസാരിച്ചു പോകാറുണ്ട്. മറ്റൊന്നും കൂടി പറയാറുണ്ട്, ഇന്ത്യ ഒരു ഏറ്റവും അധികം ഹൈന്ദവ സഹോദരങ്ങളുള്ളൊരു സ്ഥലമായിരുന്നു, അവിടെ നിങ്ങളെയൊക്കെ പ്രവർത്തിക്കാൻ അനുവദിച്ചു, വന്നവരൊക്കെ അനുവദിച്ചു, എല്ലാ മനുഷ്യരെയും, യഹൂദന്മാരെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ വന്നവരൊക്കെ അനുവദിച്ചു. ഇതൊരു ലിബറലായ വിശാലമായ ഒരു സംസ്കാരമാണ്, ഇത് ജഗദ്ഗുരുവാണ്. ഈ രൂപേണയുള്ള ശബ്ദമൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഞാൻ ഏതായാലും ഇത്തരം വാക്കുകൾ പറയുന്ന ആളുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, സംവാദത്തിന്. ഞാനതിൽ ചിലരുടെ പേര് പറയുന്നതിൽ നിങ്ങൾക്ക് ഖേദം തോന്നേണ്ടതില്ല. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ടീമായിട്ട് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്നൊരാളെ ചർച്ചയ്ക്ക് വിളിച്ചു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അദ്ദേഹം വാക്ക് തരികയും പിന്നെ ഒഴിവാകുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാകുമെന്നാണ് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്, അതുകൊണ്ട് അതിൽ കള്ളമില്ല. രണ്ടാമത്, നമ്മുടെ ശശികല ടീച്ചറെ ക്ഷണിച്ചു, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ചയാകാം. അവർ വാക്ക് തന്നു, ഞങ്ങൾ പോസ്റ്ററൊക്കെ അടിച്ചു, പരസ്യങ്ങളൊക്കെ ചെയ്തു. തക്ക സമയത്ത് അവരും പിന്മാറി. എന്താണ് കാരണം? ഇത്തരം കാര്യങ്ങൾ ഇല്ലിറ്ററേറ്റായ ഒരു സമൂഹത്തിൽ പോയി അവർക്ക് പ്രചരിപ്പിക്കാം, പക്ഷേ ഉലകത്തെ തന്നെ പരിഷ്കരിക്കുന്നതിൽ, സംസ്കാരചിത്തരാക്കുന്നതിൽ പങ്കുവഹിച്ച ക്രിസ്ത്യാനിത്വത്തിന് ഒരിക്കലും ഇത്തരം വാദങ്ങളെ ചരിത്രപരമായി അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാനതിൻ്റെ കാരണമൊന്ന് പറയാം. മിക്കപ്പോഴും പരസ്യവും നടത്തുന്നവർ ചെയ്യുന്നൊരു തെറ്റുമുണ്ട്. ആ തെറ്റെന്താണെന്നറിയണ്ടേ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ചരിത്രവിരുദ്ധമായി പറയുക. ഫോർ എക്സാമ്പിൾ, മഹത്തായ ആർഷഭാരത സംസ്കാരം, ഈ പദം നിങ്ങൾ കേട്ട് കാണും. സനാതനധർമ്മം, ഈ പദം കേട്ട് കാണും. വസുദൈവ കുടുംബം, ഇതൊക്കെ കേട്ട് കാണും. ഞാൻ ഏറ്റവും ഒടുവിൽ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് PYP സംഘടിപ്പിച്ച തിരുവല്ലയിലെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചു. ആ യോഗത്തിനായ രാജ്യസഭാ ഉപാധ്യക്ഷൻ ശ്രീ PJ കുര്യൻ സാറുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ സംസ്കാരം ലോക സുഖിനോ ഭവന്തു ആണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതേ വേദിയിൽ മറുപടി പറഞ്ഞു, ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെയല്ല. കാരണം അതിൻ്റെ പിന്നിലെ മന്ത്രം ആരും പറയില്ല, അതിൽ ആ 2 വരിയേ പറയത്തുള്ളൂ. അതിൻ്റെ പിന്നിൽ കിടക്കുന്ന എന്താണെന്നറിയണ്ടേ?
ലോകസമസ്ത സുഖിനോ ഭവന്തു, അതിൻ്റെ പുറകെ കിടക്കുന്നത് പശുവിനും ബ്രാഹ്മണനും സുഖമെങ്കിൽ ലോകത്തിന് സുഖം. മനസ്സിലായില്ലേ? പശുവിനും ബ്രാഹ്മണനും സുഖമെങ്കിൽ ലോകസമസ്ത സുഖിനോ ഭവന്തു. ആദ്യത്തെ 2 ലൈൻ അവർ മിണ്ടൂല. നോക്കണം, ആദ്യത്തെ 2 ലൈൻ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇത്തരം വിഷങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടത്തിവിടാനായിട്ട് ശ്രമിക്കുന്നത്. ഈ കൂടെ ഒരു കാര്യം കൂടി, ഇന്ത്യ വൈദേശിക ശക്തികൾക്ക് തീരെഴുതി കൊടുത്തതിൽ നമുക്ക് പങ്കുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഉറപ്പായി പറയണം, നമുക്ക് പങ്കില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്നവർക്കാണ് അതിൽ പങ്കുള്ളത്. ആ പങ്ക് കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. ഇന്ത്യ ഏതാണ്ട് 700-ൽ പരം നാട്ടുരാജ്യങ്ങളുടെ ഒരു സങ്കലനമായിരുന്നു. 700-ൽ പരം നാട്ടുരാജ്യങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? ചെറിയ ചെറിയ ഡൈനസ്റ്റി. നമ്മുടെ പാശ്ര നാടായ എഴുമറ്റൂർ പോലും ഒരു രാജ്യമായിരുന്നുണ്ട് അല്ലേ? അപ്പോൾ എഴുമറ്റൂർ ഒരു രാജ്യം, തിരുവല്ല ഒരു രാജ്യം, ഇങ്ങനെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ. അതിൻ്റെ മീതെ ഒരു അല്പം കൂടി കരുത്തനായ ഒരു രാജാവ്. ഈ നാടുവാഴി എന്നൊക്കെ പറയുന്ന ആളുകളുടെ ജീവിതം പോലും വളരെ ഒരു രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എഴുമറ്റൂർ. അപ്പോൾ വസ്തുത അങ്ങനെ. സത്യത്തിൽ ഈ നാട്ടുരാജാക്കന്മാരുടെ ഒരു അവസ്ഥ അവരെക്കാൾ എത്രയോ ക്ഷേമമായിട്ടാണ് നമ്മുടെ സെൻട്രൽ വാസന്മാർ കഴിയുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഒരു സെൻട്രലിനുള്ള അധികാരം പോലും ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇനി ഇവർക്കില്ല. അപ്പോൾ നമ്മുടെ സെൻട്രൽ വാസന്മാർ അതിൽ എത്രയോ നല്ലൊരു നിലയിലാണ് ഇപ്പോൾ കഴിയുന്നത്. അത് പറഞ്ഞു വന്നത്, ഏതാണ്ട് പണ്ടത്തെ നാട്ടുരാജാവും ഇവിടെ സെൻട്രൽ പാസും ഒക്കെ ഏതാണ്ട് ഇപ്പോൾ ഈക്വലായിട്ടൊക്കെയാണ് പോകുന്നത്. നല്ല ദൈവം അവരെ ഉയർത്തട്ടെ, അവരോടുള്ള ഒരു അസൂയ കൊണ്ടൊന്നും പറഞ്ഞല്ല. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. ഒന്നാമതിപ്പം നമ്മുടെ നാട്ടിൽ സെൻട്രൽ കൺവെൻഷനൊക്കെ തുടങ്ങുന്ന സമയം എനിക്ക് തിരിച്ചും പോകേണ്ടതാണ്. ഏതായാലും രാജാക്കന്മാരാരും കോപിക്കരുത്, ലൈവിലൂടെ കാണുന്നെങ്കിൽ പോട്ടെ. അപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് അറിയട്ടെ, ഈ ഇന്ത്യയിലെ 700-ൽ പരം നാട്ടുരാജ്യങ്ങളുള്ളതിൽ ഒരാൾ മാത്രമേ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്തീയ പേരുള്ള ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റൊരുത്തൻ. ബാക്കി 80% ഹിന്ദു രാജാക്കന്മാരായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ നാട്ടുരാജാക്കന്മാർ, നാടുവാഴികൾ. ഒരു 20% ആളുകൾ മുഗളന്മാർക്ക് ശേഷം ഉണ്ടായ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ബാക്കി രാജാക്കന്മാർ. നമ്മുടെ ടിപ്പു സുൽത്താനൊക്കെ പോലൊക്കെയുള്ള ആളുകളുണ്ട്. ഒരാളെ ഉണ്ടായിരുന്നുള്ള ക്രിസ്ത്യാനി, ഒരാൾ, അതും പേരുകൊണ്ട് മാത്രമുള്ളൊരു ക്രിസ്ത്യാനി. അദ്ദേഹം ജീവിച്ചിരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചുതെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത്, മണിഗ്രാമം എന്നോ മറ്റോ പറയുന്ന ഒരു ചെറിയ രാജ്യം ഭരിച്ചു പോന്ന ഒരു രാജാവ്. അദ്ദേഹത്തെ അറിയപ്പെട്ടത് ചരിത്രത്തിൽ വില്ലാർവട്ടം തോമാ രാജാവ് എന്നായിരുന്നു. ആ പേര് പോലും കേട്ടിട്ട് ഏതാണ്ട് ഒരു ആകഴിയല്ലേ. രാജാവിന് ഇടാൻ പറ്റിയൊരു പേരാണോ എന്ന് തന്നെ ചിന്തിക്കണം. വില്ലാർവട്ടം തോമാ രാജാവ്. ഇടയ്ക്ക് PIPയുടെ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് കള്ളൻ്റെ മാനസാന്തരം എന്ന് പറഞ്ഞൊരു കഥ എഴുതാൻ പിള്ളേർക്ക് വിഷയം കൊടുത്തു. അപ്പോൾ ഒരു കൊച്ച് ആ കള്ളന് പേരിട്ടത് മുംബൈ അധോലോകത്തെ കിടുകിട വിറപ്പിച്ച ഒരു ഗുണ്ട എന്നെല്ലാം എഴുത്. ഗുണ്ടയുടെ പേര് ബിജു എന്നും. അപ്പോൾ ഓരോ പണിക്കും പറ്റിയൊരു പേരുണ്ട്, അതിനൊരു ഗ്രാവിറ്റി വേണ്ട ഒരു പേര് കേട്ടല്ലേ. അതുകൊണ്ട് പറഞ്ഞാൽ അല്ലാതെ ബിജു എന്നുള്ള പേര് മോശമായിട്ടൊന്നുമല്ല. എന്നാൽ ഈ ഗുണ്ടയ്ക്ക് അധോലോകം, അത് കേരളത്തിലെ വല്ല അധോലോകമാണെങ്കിൽ പോട്ടെ, മുംബൈയിലെ അധോലോകത്തെ കിടുകിട വിറപ്പിച്ച ഒരു ഗുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബിജു എന്ന് പേരിട്ട കഥയുടെ മുഴുവൻ ഗ്ലാമറും പോയി എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു രാജാവിൻ്റെ പേരാണ് വില്ലാർവട്ടം തോമ രാജാവ്. ഇവരെല്ലാം അടിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിക്കുകയാണ്, അടിച്ച് പോരാടുക, ഈ അതിരിന് വേണ്ടി അടിക്കുക. അങ്ങനെ എന്തിന് നിസാരം സ്ത്രീകൾക്ക് വേണ്ടി പോലും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട് പണ്ട് നമ്മുടെ രാജ്യത്ത്. ഇത്ര കിരാത യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധം നടക്കുമ്പോൾ പരസ്പരം ഭിന്നിച്ച് കഴിയുന്ന ആളുകളുടെ നടുവിലേക്കാണ് ആദ്യം ഡച്ചുകാർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഒത്തിരി ഉണ്ട്. അതിലൊന്നാണ് ഈ ലണ്ടനിൽ നിന്ന് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഞാനൊരാളോട് ചോദിച്ചാണ്, ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി നോക്കണം, ഈ കമ്പനിയാണ് ലണ്ടനിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനി ഏതാണ്ട് 2.5 നൂറ്റാണ്ട് നമ്മളെല്ലാം അടിമയാക്കി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മഹത്തായ പാരമ്പര്യമൊക്കെ എവിടെ പോയി എന്നുള്ള ആ സംഭവമാണ് ഞാൻ പറയാൻ വരുന്നത്. അതിൽ ഈ നമ്മുടെ രാജ്യത്ത് ഇവരോട് ചെറുത്ത് നിന്നു, യുദ്ധം ചെയ്തു, ടിപ്പു സുൽത്താൻ എതിർത്തു, മറ്റേ പഴശ്ശിരാജ എതിർത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ എന്തിനാണ് ഇവർ എതിർത്തേ? ഈ പഴശ്ശിരാജ എന്തിനാണ് എതിർത്ത ബ്രിട്ടീഷുകാരെ? ടിപ്പു സുൽത്താൻ എന്തിനാണ് എതിർത്തേ? അറിയോ നിങ്ങൾക്ക്? നമുക്കാർക്കും ജനാധിപത്യം തരാനോ എല്ലാവർക്കും വോട്ടവകാശം തരാനോ എല്ലാവർക്കും വിദ്യാഭ്യാസം തരാനോ അല്ല, മറിച്ച് എവൻ കപ്പം പിരിക്കുന്നത് അവന് തന്നെ കിട്ടണം, ബ്രിട്ടീഷുകാരൻ കൊണ്ടുപോകരുത്, അതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ തെളിവ് തരട്ടെ. ജനാധിപത്യം വന്ന് വോട്ട് ചെയ്തൊരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനാണോ, സ്കൂൾ ആരംഭിക്കാനാണോ, കോളേജ് ആരംഭിക്കാനാണോ, ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ടുവരാനാണോ? അല്ല. ഇതാണ് സത്യം.
അപ്പോൾ ബ്രിട്ടീഷുകാരനെ എതിർത്തത് കൊണ്ട് മാത്രം അത് സ്വാതന്ത്ര്യ സമരമായി. പിടികിട്ടിയോ? മനസ്സിലായോ പറഞ്ഞേ? ഞാനിത് ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് കാര്യമായി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 108 വീത കരമായിരുന്നു നമുക്കതിനു മുമ്പ് കൊടുക്കാനുണ്ടായിരുന്നത്. ഒരു മനുഷ്യൻ പല രൂപത്തിൽ 108 വീത കരം ഒരു വർഷം അടയ്ക്കണമായിരുന്നു. അങ്ങനെ തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചത്. ഇതിലൊരു തമാശ കൂടിയുണ്ട്. തമാശ എന്ന് പറഞ്ഞ് ഇവർ തമ്മിലടിക്കുമ്പോൾ ഈ അടി മൂക്കുമ്പോൾ അപ്പോഴേക്ക് നമ്മുടെ 1600-കളിൽ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ബംഗാൾ വഴി ഇങ്ങ് വന്നു. സിറാജുദ്ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് ഇങ്ങ് കയറി. എന്നിട്ട് ഇവിടെ വരുന്ന ഓരോ രാജ്യങ്ങളും ഇങ്ങനെ പിടിച്ചു വരികയാണ്. അപ്പോൾ കമ്പനിയുടെ പട്ടാളം എല്ലായിടത്തുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോഴാണ് തിരുവിതാംകൂർ രാജാവും കൊച്ചിയും കൂടെ ഒരു അടി നടക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അടി നടക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും ഒരു പ്രശ്നമുണ്ട്. ഈ രണ്ട് കൂട്ടരുടെ ഇടയിൽ നല്ല ആയോധന കല പഠിച്ച അഭ്യാസികളായ ആളുകൾ തന്നെയാണുള്ളത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നതിന് മുമ്പ് ഒത്തിരി മര്യാദയും മാന്യതയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധമൊക്കെ ഉള്ളതും അല്ലാത്തപ്പോഴും ഒക്കെ രാവിലെ ഈ സൂര്യ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കേൾക്കുമല്ലോ, ശ്ലോകമൊക്കെ കേൾക്കുമല്ലോ. അത് ഈ പാഷമാർ പരസ്യവും നടത്തുമ്പോഴാണ് ഇതെല്ലാം കൂടുതൽ പാടുന്നത്. അവർക്ക് പോലും ഇത് അറിയത്തില്ല. നമ്മൾ പാടിയാൽ ഇത് ജനകീയമാക്കുന്നല്ലേ. ഇങ്ങനെ നിന്നോട്ട് സൂര്യനെ നോക്കി പാടുന്ന പാട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ജ്യോത്സ്യനെ വിളിച്ച് ഈ സമയം കുറിപ്പിക്കും പോകാനുള്ള. അപ്പോൾ ജ്യോത്സ്യൻ രാഹുകാലം, ഗുളികോദയം ഇതെല്ലാം ഇങ്ങനെ നോക്കി രാഹുകാലം കഴിഞ്ഞിട്ട് ഗുളികൻ ഉദിച്ചോ എന്നൊക്കെ നോക്കി ടൈം പറഞ്ഞു കൊടുക്കും. അത് ഓലയെ കുറിപ്പിക്കും. ഇങ്ങനെ പോവാണ്. അപ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു പടയാളി 8, 10, 12 പേരെ വടിക്കടിച്ച് താഴെ ഇടാൻ കഴിവുള്ളവരാ. ഇങ്ങനെ വിരലിന് കുത്തി, അണിവിരലിന് കുത്തി ഒരുത്തനെ മറിക്കും. ഇത്ര കഴിവുള്ളവരാ. അതിന് മുമ്പ് തന്നെ എതിരാളി ഒന്ന് വണങ്ങിയിട്ടാണ് യുദ്ധം. ലോകത്തെങ്ങും ഇല്ല എതിരാളിയെ വണങ്ങിയുള്ള യുദ്ധം. അത് ഇന്ത്യക്കാർക്ക് മാത്രമുള്ള കാര്യമാണെന്നാണ് നമ്മൾ കേട്ടേക്കുന്നത്. നല്ല കാര്യമാണ്. നമ്മളെ കാണുമ്പോൾ ആദ്യം ഗുഡ് മോർണിംഗ് എന്ന് പറയുക, ചെവിക്കുട്ടിക്ക് ഒരെണ്ണം തരിക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. സുഖമായിരിക്കുന്നോ? വീട്ടിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഇരിക്കട്ടെ ഒരെണ്ണമെന്ന് പറഞ്ഞ് തരുന്നു എന്നുള്ള ഞാൻ അതിന് കൊടുത്ത് എൻ്റെ ഒരു വേർഷൻ. അത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾ കണ്ടാൽ മതി. എതിരാളി ഒന്ന് വണങ്ങുന്നു, നമസ്തേ, മറ്റോനും വണങ്ങുന്നു, ചെവിക്കുട്ടിക്കൊരടി. അത് നമ്മുടെ മാത്രം ഒരു പാരമ്പര്യമാണെന്നാണ് പറയുന്നത്. ആട്ടെ, നമുക്ക് കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ എതിരാളിയെ വണങ്ങും. പിന്നെ കുറേ തത്വങ്ങളുണ്ട് ഈ യുദ്ധത്തിന്. അതായത് ഈ എതിരാളി വരുമ്പോഴേക്ക് വണങ്ങിക്കഴിഞ്ഞ് സൂര്യനെ നമസ്കരിച്ചു, ഭൂമിയെ നമസ്കരിച്ചു, മാതാപിതാക്കളെ ഓർത്തു, ഗുരുവിനെ ഓർത്തു തുടങ്ങാൻ പോവാണ്. പരിപാടി അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഈ 2-3 സാങ്കേതിക പദങ്ങളുണ്ട്. ഗജവടിവിൽ അമർന്നു എന്ന് വെച്ചാൽ ആന നിൽക്കുന്ന പോലെ നിന്നു, സിംഹവടിവിൽ നിവർന്നു, സിംഹം ചാടി വരുന്ന പോലെ നിവർന്നു. ഇത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ച കക്ഷികളാണ്. എന്നാലും തോറ്റുപോകുമെന്ന് മനസ്സിലാകുമ്പോൾ ഒരു രാജാവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിളിച്ചിട്ട് പറയുമോ, അതിന് കാര്യം ഗജവടിവിൽ അമർന്നു എന്നൊക്കെ പറഞ്ഞാലും അടി വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് സഹായിക്കണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുറേ സഹായിക്കാം. എത്ര കമ്പനി പട്ടാളം വേണം? അത് ഇത്ര വേണം. അവർക്കുള്ള ആഹാരം, സൗകര്യം, കണ്ടോൺമെൻറ്റ് ഏരിയകൾ സജ്ജീകരിക്കണം. പിന്നെ ഞങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം തരണം. നാളെ ഇവൻ പിന്നെയും വന്നു കഴിഞ്ഞാൽ വൈരാഗ്യം വെച്ച് വന്നാൽ നാളെ തീർത്ത് വിടേണ്ടതാണ്. അതിനുവേണ്ടി വേറെ ചില സ്ഥലം തരണം. സ്ഥലത്തിന് വിലയൊന്നും ഇല്ലാത്ത കാലത്ത് ഇതെല്ലാം അവന് കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവനത് കൊടുത്തിട്ട് മറ്റവൻ യുദ്ധത്തിന് വരുമ്പോൾ യുദ്ധത്തിന് വന്നു. ഇപ്പുറത്ത് കമ്പനിയുടെ പട്ടാളം നിൽക്കുന്നു, അപ്പുറത്ത് നമ്മുടെ സൈനികർ നിൽക്കുന്നു. അവർ പതിവ് പോലെ സൂര്യനെ നമസ്കരിച്ചു, രാഹുകാലമൊക്കെ നോക്കി തന്നെയാണ് വന്നത്. അപ്പോൾ ഇതേ സമയത്ത് ശത്രു സംഹാര പൂജ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നടക്കുന്നുണ്ട്. ശത്രുവിനെ കൊല്ലാൻ വേണ്ടി ഈ സംഗതികളെല്ലാം നടത്തി സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. സ്ത്രീകൾ വ്രതം നോക്കുന്നു, രാഹു കേതു ഒക്കെ നോക്കി എവിടെ നിൽക്കുന്നു കേതു, ഗുളികൻ എവിടെ നിൽക്കുന്നു, എല്ലാം കറക്റ്റായിരുന്നു. പറഞ്ഞ പോലെ ഗജവടിവിൽ നിവർന്നു, സിംഹവടിവിൽ അമർന്നു. ജീവിതത്തിൽ ഇതെന്താണെന്ന് മനസ്സിലാകാത്ത സായിപ്പ് തോക്കെടുത്തങ്ങ് കാച്ചി. സിംഹവടിവിൽ അമർന്നില്ല, രാഹു നോക്കിയില്ല, കേതു നോക്കിയില്ല, ജ്യോത്സ്യനെ നോക്കിയില്ല. ഇന്ത്യ മൊത്തം അവൻ്റെ കയ്യിലിരുന്ന് ക്രമേണ ആരാ കൊടുത്ത ഇന്ത്യ? മറുപടി പറയട്ടെ. ഇതാരാ ഇന്ത്യ കൊടുത്ത് വിദേശികൾക്ക്? ഇത് കൊടുത്തവൻ്റെ കൊച്ചുമക്കളാണ് നമ്മൾ പ്രസംഗിക്കാൻ വന്നിട്ട് നമ്മളാരാണ്ട് കൊടുത്തുന്നു. മനസ്സിലായില്ലേ? ഇത് കൊടുത്തിട്ടാണ് വന്ന് നമ്മളത് പഠിപ്പിക്കുന്നത്. എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്നറിയണ്ടേ? ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ ഇരുണ്ടു മൂടിക്കിടന്ന ഇടമായിരുന്നു. നളന്തയും തക്ഷശിലയൊക്കെ പണ്ടത്തെ സംഭവമാണ്. ഈ നളന്തയും തക്ഷശിലയൊക്കെ എല്ലാവർക്കും പ്രാപ്യമായ സംഗതി എന്നല്ല. അത് കുറേ ആളുകൾക്ക് മാത്രമാണ്. അവിടേക്ക് ബുദ്ധഭിക്ഷുക്കളൊക്കെ നടത്തിയ സ്ഥാപനമാണ്. അത് ഇന്ന് ഈ പറയുന്ന കക്ഷികളുടെ ഒന്നുമല്ല. അവിടേക്ക് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പഠിക്കാൻ ആളുകൾ വന്നിട്ടുണ്ട്. ഒക്കെ സത്യമാണ്. വലിയ യൂണിവേഴ്സിറ്റിയാണ്, സംശയം വേണ്ട. പക്ഷേ അതൊക്കെ അതിസമ്പന്നർക്ക് മാത്രം പറ്റുന്ന സാഹചര്യങ്ങളായിരുന്നു. എല്ലാവർക്കും അതിൻ്റെ സുഖസൗകര്യങ്ങളെ കിട്ടിയില്ല. കിട്ടാത്ത കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മുഴുവൻ പിടിച്ചെടുത്തു. സത്യമാണ്. 1857 ആകുമ്പോഴേക്ക്
അത് ബ്രിട്ടീഷ് പാർലമെൻറ്റിന് വിട്ടുകൊടുത്തു. ഇതൊക്കെ സത്യമാണ്. എനിക്കൊരു കാര്യം അറിയണ്ടേ, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സുവിശേഷം അറിയിക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടായില്ല. അവരതിനെതിരായിരുന്നു. ഞാനിവിടെ വന്ന് മഹാനായ വില്യം കേറിയുടെ നാട്ടിൽ കെട്ടറിഞ്ഞ് അതിനിപ്പുറത്ത് അദ്ദേഹം പാർത്ത നോർത്താംപ്ടണിലൊക്കെ പോയി. അദ്ദേഹം പാർത്തിരുന്ന ഇടത്ത് പോയി സന്നദ്ധതയോടെ ഇന്ത്യയിലേക്ക് സുവിശേഷം അറിയിക്കാൻ വില്യം കേറി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിസ നിഷേധിച്ചു. വില്യം കേറി 2-3 മാസം കപ്പലിൽ അകപ്പെട്ടു പോയി. അപ്പോൾ വില്യം കേറിയെ കൊണ്ടുപോകുന്ന ആൾ ഒരു ജോൺ തോമസാണ്, ഡോക്ടർ ജോൺ തോമസ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡോക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞ് വിസയൊന്നും വേണ്ട, നമ്മുടെ കൂടെ വരുവാണെങ്കിൽ അത് സംഗതി ഒന്നും കുഴപ്പമില്ല, കയറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യ പ്രഗ്നൻ്റാണ്. മൂത്ത മകൻ ഫെലിക്സിനെ കൂട്ടി 2-3 കുഞ്ഞുങ്ങൾ വേറെയുണ്ട്. ഇവരൊന്നും ഇല്ലാതെ ഒരു മകനും 7 വയസ്സുള്ള മകനും അപ്പനും കൂടെ ഈ ജോൺ തോമസിൻ്റെ കൂടെ പോവാണ്. ഇടയ്ക്ക് വെച്ചറിഞ്ഞു ഈ കപ്പിത്താനും ഒക്കെ ആയിട്ടുള്ള ജോൺ തോമസിൻ്റെ ബന്ധം കൊണ്ടാണ് ഇതില്ലാതെ പോന്നേ. വിസ ഇല്ല, വിസ കൊടുക്കില്ല, സുവിശേഷം അറിയിക്കാനൊന്നും വിസ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയോ അറിഞ്ഞു വിസ ഇല്ലാതെ ഒരാളിനകത്ത് കയറിയിട്ടുണ്ടെന്ന്. കണ്ടോ, സായിപ്പിൻ്റെ സ്പൈ വർക്ക് അന്നും ഭയങ്കരമായിരുന്നു. ഇൻ്റലിജൻസേ ഒരുത്തനുണ്ടെന്ന് മനസ്സിലായി. വില്യം കേറി ആകെ പ്രശ്നമാകും. ഇദ്ദേഹത്തെ പിടിക്കാനും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി കപ്പലിട്ടു. മറ്റ് കപ്പലിലെ ചരക്കൂടെ കയറ്റണം ഇതിലേക്ക്. കപ്പലിങ്ങനെ പോയിക്കൊണ്ടിരിക്കേ ഏതാനും മാസങ്ങൾ കടലിനെ നടുക്കിടക്കുകയാണ്. ഈ ജോൺ തോമസ് പെട്ടെന്ന് നാട്ടിൽ തിരിച്ചു വന്നു ലണ്ടനിൽ. പുറകെ വില്യം കേറിയും കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ യാത്ര മുടങ്ങി. വിസ കൊടുക്കാതെ 3 മാസം വിട്ടു. പിന്നെ ഒരു ഡച്ച് കപ്പലിൽ കയറി അദ്ദേഹം മറുവഴി ചുറ്റിയാണ് അങ്ങ് ചെല്ലുന്നത്. ആ വരവിലാണ് ഇന്ത്യക്ക് വലിയ മാറ്റം ഉണ്ടായത്. വലിയ മാറ്റം. ഈ രാജ്യത്ത് ഷൂ മേക്കറായി ജോലി ചെയ്തൊരു മനുഷ്യൻ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് അവിടെ വന്ന് കഠിനാധ്വാനം ചെയ്ത് ആ മണ്ണിൽ മരിച്ചടങ്ങി. മനസ്സിലാക്കണം, ആ മണ്ണിൽ മരിച്ചടങ്ങിയപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ വെളിച്ചം കണ്ടു. സ്തോത്രം. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുളിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. ആ വെളിച്ചം അവർ കണ്ടതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. സംശയമൊന്നും വേണ്ട, ഇവിടെ എത്തിയത് അതുകൊണ്ടാണ്. സ്തോത്രം. ഇവിടെ എന്തിനാണ് നമ്മൾ എത്തിയത്? ഇന്ന് നമ്മൾ പ്രാപിച്ച വെളിച്ചം ഇതാ ഈ ദേശത്ത് ഊതിക്കെടുത്താൻ പാകത്തിന് ദുഷ്ടശക്തികൾ കളമൊരുക്കുമ്പോൾ നിങ്ങളിലുള്ളിലെ ആ നുറുങ്ങു വെളിച്ചം പ്രശോഭിക്കണം. ഇരുളിലിരിക്കുന്ന ജനം വലിയ വെളിച്ചം കാണണം. ആ വെളിച്ചത്തിൻ്റെ വഴി തടയുന്ന ശക്തി ഏതായിരുന്നാലും സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അതിനെ നേരിടാനുള്ള ഉൾക്കരുത്ത് പ്രാപിക്കാൻ വേണം ഇത്തരം ഓരോ യോഗങ്ങളും നമ്മൾ കാരണമാക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്കുമൊക്കെ അതിനുവേണ്ടി ചില കാര്യങ്ങളാണ് അല്പനിമിഷം പറയാൻ പോകുന്നത്. സന്തോഷമുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 4 സുവിശേഷങ്ങളിൽ 3-ാമത്തെ സുവിശേഷമാണ് നമ്മൾ വായിച്ച ലൂക്കോസ്, അല്ലേ? വളരെ മനോഹരമായൊരു സുവിശേഷം. ഇതിനൊരു സൗന്ദര്യമുണ്ട്, ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയണ്ടേ? യേശുവിൻ്റെ സുവിശേഷ രചന നടത്തിയ അല്ലെങ്കിൽ പുതിയ നിയമം രചിച്ച മനുഷ്യരിൽ ഈ സെമിറ്റിക് സ്പർശമില്ലാത്ത, സെമിറ്റിക് മനസ്സിലായോ? സെമിറ്റിക് എന്താണ്? യഹൂദ ഒരു മിഡിൽ ഈസ്റ്റ് കൾച്ചറില്ലാത്ത ഒരേ ഒരു മനുഷ്യൻ, മിഡിൽ ഈസ്റ്റ് കൾച്ചറില്ലാത്ത ഒരേ ഒരാളാണ് ലൂക്കോസ്. ഈസ് ഫ്രം മാസിഡോണിയ. ഓക്കെ, മക്കതോന്യ എന്ന് മലയാളം ബൈബിളിൽ പറയും. ഓക്കെ, മാസിഡോണിയക്കാരനാണ് ലൂക്കോസ്. അദ്ദേഹം ജന്മം കൊണ്ട് ഒരു ഫിസിഷ്യനാണ്, അപ്പോത്തിക്കരി എന്ന് പണ്ടുള്ള ആളുകൾ വിളിക്കുന്ന ഒരു വൈദ്യൻ. അതാണ് ഈ വൈദ്യൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രമൊക്കെ അന്ന് അത്ര ബഹുമാനമുള്ളൊരു ജോലിയല്ല. അതിൻ്റെ കാരണം ഇത് മിക്കവാറും അടിമകളുടെ ജോലിയാണ്. അടിമകളെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഈ ജോലിക്ക് വേണ്ടി. കാരണം ഇത് ത്യാഗം സഹിച്ചൊക്കെ ചെയ്യേണ്ട ജോലിയാണ്. ഗ്രീസ് വൈദ്യശാസ്ത്രത്തിൻ്റെ നാടാണ്. അപ്പോൾ ആ വൈദ്യശാസ്ത്രത്തിൻ്റെ നാട്ടിൽ നിന്ന് ഒരു യജമാനൻ, തയോഫിലോസ് എന്ന് പറയുന്ന ഒരു വലിയ ധനാഢ്യൻ്റെ വീട്ടിലെ ജോലിക്കാരനാണ് ഡോക്ടർ എന്ന് വിളിക്കാവുന്ന ഈ ലൂക്കോസ്. അദ്ദേഹത്തിൻ്റെ കുടുംബ വൈദ്യനാണ്. ഇവർ ഗ്രീസിനൊരു വലിയ വൈദ്യശാസ്ത്ര പാരമ്പര്യമുണ്ട്. സത്യത്തിൽ വൈദ്യശാസ്ത്ര പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഇന്ത്യക്കുമുണ്ട് അങ്ങനൊരു പാരമ്പര്യം. അത് ഈ പറയുന്ന കക്ഷികൾ പറയുന്ന പോലൊന്നും അല്ല. അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും അങ്ങനെയല്ല. അതുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് ഇന്ത്യയിൽ അതിൻ്റെ പാരമ്പര്യമൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഇവർ സംവാദങ്ങളിലൊന്നും വന്ന് നമ്മുടെ മുമ്പിൽ പെടാത്തതിൻ്റെ രഹസ്യം അതൊക്കെ തന്നെയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്താണ് ഈ പറഞ്ഞു വന്നത്? ഗ്രീസ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടെത്തുകയാണ്. ഞാനതിൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഈ ഗ്രീക്കുകാർ ലോകത്തിലെ തന്നെ ബുദ്ധിമാന്മാരുടെ ഗണത്തിൽപ്പെടുന്ന കക്ഷികളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രീക്കുകാരെ പറ്റി. കാരണം മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രം, മാത്തമാറ്റിക്സിൻ്റെ പ്രത്യേകത അറിയോ? അത്
ഒരു നിലനിൽക്കുന്ന ശാസ്ത്രമാണല്ലേ? സംശയമുണ്ടോ? സ്വർഗത്തിൽ ചെന്നാലും ഗണിതമുണ്ട്, പേടിക്കണം. അവിടെ ചെന്നാലും മാസറിയാത്തൊരു കാര്യം ആകപ്പാടെ പ്രശ്നമാണ്. കാരണം അവിടെ മുഴുവൻ കണക്കാണ്, സ്വർഗം മുഴുവൻ കണക്കാണ്. പിന്നെ നമ്മളന്ന് ദൂതതുല്യരാകുന്നതുകൊണ്ട് പേടിക്കണ്ട അല്ലേ? പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു കൃപ നമുക്ക് അന്നേരം കർത്താവ് തരും, കൊണ്ട് പേടിക്കണ്ട. ഗണിതം ഗണിതത്തിൻ്റെ നാടാണ്, പൈതഗോറസിൻ്റെ ഒക്കെ നാടാണ്. 2πr πr² ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ സ്ഥലമാണ്. അവിടെ നിന്നാണ് ഗണിതശാസ്ത്രം ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലും അത്തരം നല്ല ചിന്തകന്മാരുണ്ടായിരുന്നു. നാടകങ്ങളുടെ നാടാണ്, കവിതകളുടെ നാടാണ്. അപ്പോൾ കലാ, സാഹിത്യം കൂടാതെ വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് കേട്ടിട്ടുണ്ടോ? ഹിപ്പോക്രാറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലഡ്ജൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ, ഓത്തൊക്കെ എടുത്തുകൊണ്ടാണ് ഡോക്ടർമാർ വരുന്നത് അല്ലേ? അപ്പോൾ ഇത് കൂടാതെ അവിടെ പിൽക്കാലത്ത് യേശുവിന് ശേഷം, യേശുവിനൊരു 100 കൊല്ലം ശേഷമാണ് ഗാലൻ എന്നൊരു വൈദ്യനുണ്ടായിരുന്നു, ഗാലൻ. അപ്പോൾ ഈ ഗാലൻ്റെ പല ചിന്തകളാണ് ഖുറാനിലുള്ളത്. ഞാനത് സമയം പോലെ പറയാം. ഗാലൻ ഒത്തിരി നല്ല നിലയിൽ പുരോഗതി കൈവരിച്ചൊരു വൈദ്യനായിരുന്നു ഗാലൻ. ഈ ഗാലൻ കുറേ അറിവുകേടുകളും പറഞ്ഞിട്ടുണ്ട്, അതും അപ്പാടെ ഖുറാനിലുണ്ട്. ആ ബോധ്യം അതിലൊന്നാണ് ഗാലൻ പറഞ്ഞൊരബദ്ധമാണ്, മനുഷ്യൻ്റെ നട്ടെല്ലിൽ നിന്നാണ്, മുതുകല്ലിൽ നിന്നാണ് പുരുഷന് ബീജം ജനിക്കുന്നത്. അത് വലിയ അശാസ്ത്രീയമായൊരു വാദമാണ്. അത് ഖുറാനിൽ അതുപോലെ എഴുതിയിട്ടുണ്ട്, ഞങ്ങളതൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് ഇത് ലൈവിൽ അങ്ങ് പൊക്കോളൂ, എൻ്റെ പ്രശ്നമായാലും എന്നെ വിട്ട് പോകാൻ പോകുന്നില്ല. നമ്മളൊരിക്കൽ ശൗലിൻ്റെ കയ്യാൽ മരിക്കേ ഉള്ളൂ എന്ന് ദാവീദ് പറഞ്ഞ പോലെ അതതിൻ്റെ വഴിക്ക് പോകും, നിങ്ങളെ ബാധിക്കുകയില്ല. ഞാൻ പാസ്വേഡൊക്കെ പറഞ്ഞു, എന്നെ കൊണ്ട് ആ സ്പീക്കർ കോർണറിലോ നിർത്തുക, വലിയൊരു ആഗ്രഹമായിരുന്നു 2 പറഞ്ഞിട്ട് പോകാനായിട്ട്. അപ്പം അത് വലിയ ആഗ്രഹത്തോടൊക്കെയാണ് ഞാൻ വന്നത്, എന്തായിത്തീരുമെന്നൊരു പിടിയില്ല. ഏതായാലും നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ പറഞ്ഞു വന്നത്, അല്ല ഇവർ ചോദിക്കുന്നുണ്ടല്ലോ, അതിനൊരു മറുപടി പറയാൻ വേണ്ടിയാണ്. അല്ല അവരിന് മറുപടി പറഞ്ഞാൽ മതി, ഇത് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞാൽ എന്നോടുള്ള പ്രശ്നം തീർന്നല്ലോ. എനിക്ക് ഞാനത് ഉൾക്കൊണ്ടാം. എനിക്ക് ശാസ്ത്രത്തിൽ വലിയ അറിവില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് അത് ഉൾക്കൊള്ളാം, പ്രശ്നമില്ല. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ വരികയാണ്, അയാളുടെ പേരാണ് ലൂക്കോസ്. ഈ ലൂക്കോസ് എന്ന് പറയുന്ന ആൾ വാസ്തവത്തിൽ യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. യേശു എന്ന ആ വ്യക്തിത്വം ജീവിച്ചിരുന്ന ആ കാലത്തിന് ഒരല്പം കഴിഞ്ഞാണ്, യേശുവിൻ്റെ മരണശേഷമാണ് ലൂക്കോസ് ജീവിച്ചിരുന്നത്. ഈ ലൂക്കോസിനെ നമുക്ക് കിട്ടുന്നത് പൗലൂസിൻ്റെ ശിഷ്യൻ എന്ന നിലയിലാണ്. പൗലൂസിൻ്റെ ശിഷ്യൻ. ഈ 8 പേരാണ് പുതുനിയമത്തിൻ്റെ എഴുത്തുകാർ. ആ 8 പേരിൽ മിഡിൽ ഈസ്റ്റ് കൾച്ചറില്ലാത്ത ഒരേ ഒരു എഴുത്തുകാരനാണ് വാസ്തവത്തിൽ ലൂക്കോസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ലൂക്കോസ് എന്ന മനുഷ്യൻ പക്ഷേ ഗ്രീക്ക് സാഹിത്യത്തിലെ ഉന്നതമായൊരു ഭാഷാശൈലിയിലാണ് ഇത് എഴുതുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വൈദ്യശാസ്ത്ര വൈഗദ്ധ്യം നമുക്കിതിൽ കണ്ടുപിടിക്കാം. എന്താണെന്നറിയണ്ടേ? അദ്ദേഹം പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ കൃതിയാണെന്ന് നിങ്ങൾക്കറിയാം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. അതിലെന്താ പറയുന്നത്? ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനായിരുന്ന ഒരുവൻ. അതെങ്ങനെ അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനായിരുന്നിരുന്നേ? അതാ പുള്ളി ഡോക്ടറാണെന്നുള്ള തെളിവാണ്. നമ്മൾ നോക്കിയാൽ ഇന്നലെ മുതൽ പുള്ളി അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ലൂക്കോസ് നോക്കിയിട്ട് പറയുക, അത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല, ജന്മം മുതൽ ഗർഭാശയം മുതൽ ഇങ്ങനെ ഇരുന്ന ഒരുത്തൻ അവിടെ ഇരുന്നിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വൈഗദ്ധ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം അവിടെ പ്രകടമാണ്. ഇങ്ങനെയുള്ള ലൂക്കോസ്, ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തെ അതിൻ്റെ സൗന്ദര്യാത്മകതയിലൊന്ന് ദർശിക്കാനുണ്ട്. കാരണം 4 സുവിശേഷങ്ങൾക്ക് 4 ലക്ഷ്യം. അതുകൂടി പറയാം. ആ 4 ലക്ഷ്യങ്ങൾ പറയുമ്പോഴാണ് നമ്മുടെ സന്തോഷം ഇരട്ടിക്കുന്നത്. സ്തോത്രം. അതിൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. മത്തായി തൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ ഒരു രാജാവായി ചിത്രീകരിക്കുകയാണ്. ഒരു വാക്ക് ഞാൻ മത്തായിയെക്കുറിച്ച് കൂടി പറയട്ടെ. മത്തായി എന്ന് പറയുന്ന മനുഷ്യൻ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ തൊഴിലെന്തായിരുന്നു? ടാക്സ് കളക്ടറാണ്. അപ്പോൾ ടാക്സ് കളക്ടർ ആകുമ്പോൾ ഈ വരവും ചെലവും കണക്കും ഒക്കെ അറിയാനുള്ള ഒരു ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ വികാസം പ്രാപിക്കാത്ത അന്നത്തെ കൊമേഴ്സ്, അന്നത്തെ അക്കൗണ്ടൻസി എന്തോ അതൊക്കെ പഠിച്ചൊരു മനുഷ്യനാണ് അല്ലേ? അക്കൗണ്ടൻസി പഠിച്ചവരുണ്ടോ? കൊമേഴ്സൊക്കെ പഠിച്ചവരുണ്ടല്ലോ അല്ലേ? കൊമേഴ്സ് പഠിച്ചവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അപ്ഡേഷൻ വേണ്ടാത്തൊരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് അല്പം IT കൂടെ മനസ്സിലാക്കിയിരുന്നാൽ കൊമേഴ്സ് പഴയ മതി. അക്കൗണ്ടൻസിക്ക് വലിയ പുരോഗതി അങ്ങനെ വരുന്നില്ല. അത് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ആർട്ടാണ് അല്ലേ? ആർട്ടും ഒരു ശാസ്ത്രവുമാണ്, കലയുമാണ്, ശാസ്ത്രവുമാണ്. അപ്പോൾ കൊമേഴ്സ് പഠിച്ചവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. കൊമേഴ്സുകാരനെ സംബന്ധിച്ചോളം അയാളൊന്നും പ്രത്യേകിച്ച് കൂട്ടുന്നുമില്ല, അയാൾ കുറയ്ക്കുന്നുമില്ല, അയാൾ ഹരിക്കുന്നുമില്ല, ഗുണിക്കുന്നുമില്ല. പിന്നെന്താണ്? നമ്മൾ ചായ കുടിച്ചത്, നമ്മൾ യോഗം നടത്തിയത്, നമ്മൾ പെട്രോൾ അടിച്ചത്, നമ്മൾ കാറ് മേടിച്ച കണക്കെല്ലാം കൂടെ വളരെ ഭംഗിയായിട്ട് അടുക്കി റെഡിയാക്കി വെക്കുന്നു. ഇതാണ് കൊമേഴ്സ്. ശരിയല്ലേ? ചിലവെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു. ഒരു പ്രത്യേക തരം വൈഭവം വേണം അത് പഠിക്കാൻ. നല്ല കഴിവുള്ള ഒരാളിനെ പഠിക്കാൻ പറ്റും. പക്ഷെ അവർക്കൊരു കുറവുണ്ട്. കുറവ് മറ്റൊന്നുമല്ല, സാഹിത്യ അഭിരുചി നന്നേ കുറയും. അതാണ് സാഹിത്യ അഭിരുചി കുറവാണ്. കാരണം അവിടെ മുഴുവൻ ഈ കടം കൊടുത്തതും കടം വാങ്ങിയതും കടം കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ സാഹിത്യം വരാനാണ്. പോട്ടെ അല്ലേ?
അതും സ്വന്തം കാര്യത്തിലില്ല, വേറെ ആരോ കടം കൊടുത്തു, വേറൊരുത്തം മേടിച്ചു, ക്രെഡിറ്റ് എന്താ ഡെബിറ്റ് എന്താ എന്നെല്ലാം കണക്കൂട്ടി വിടുന്നതിൻ്റെ ഇടയ്ക്ക് കവിത പാടാൻ നേരം കിട്ടും. അത് പൊക്കോട്ടെ, സ്തോത്രം. അപ്പോൾ മത്തായി എന്ന മനുഷ്യന് ഇതൊക്കെ അറിയാം. അവർക്ക് പറ്റിയ പണി എന്തായിരുന്നു? ട്രഷറാക്കിയാൽ മതിയായിരുന്നു യേശുവിൻ്റെ. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ ട്രഷറാക്കാൻ പറ്റിയ ആളാണ്. പക്ഷേ കർത്താവ് കൊടുത്തത് സാഹിത്യം എഴുതാനുള്ള ജോലിയാണ്. എന്താണ്ട് കാരണം അറിയട്ടെ, ദൈവം ഒരിക്കലും നമ്മളെ വിളിച്ചേക്കുന്നത് അറിയാവുന്ന പണി ചെയ്യാനല്ല. അറിയാൻ പാടില്ലാത്ത പണി സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ, എൻ്റെ കൃപയാൽ, എൻ്റെ കൃപ നിനക്ക് മതി, സ്തോത്രം. എങ്കിലും മത്തായിയുടെ ആ വൈഭവം മുഴുവൻ ദൈവം ഉപയോഗിച്ചു. നിങ്ങൾ മത്തായി 1-ാം അധ്യായം വായിച്ചാൽ അതൊരു അക്കൗണ്ടൻസി പോലെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ക്രിസ്തുവിനോളം ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14. കണ്ടോ, അടുക്കി വെച്ചേക്കുന്നുണ്ടോ? ജന്മങ്ങളെ മുഴുവൻ അടുക്കി റെഡിയാക്കി അന്തസ്സാക്കി അദ്ദേഹം ജോലി ചെയ്യുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? മത്തായിയുടെ ലക്ഷ്യം യേശു എങ്ങനെ അബ്രഹാമിൻ്റെ കുലത്തിൽ ദാവീദിൻ മകനായി ജനിച്ചു എന്ന് കാണാനാണ് ഈ സുവിശേഷം എഴുതുന്നത്. ആ സുവിശേഷത്തിലുള്ള നിങ്ങൾ കാണുന്ന ഉപമയാകട്ടെ രാജാവും രാജപരിവാരങ്ങളും രാജാവിൻ്റെ കല്യാണവും കല്യാണ സദ്യയും ഇതൊക്കെയാണ് കാണുന്നത്. രാജാവും പരിവാരങ്ങളും പ്രജകളുമൊക്കെയാണ് അവിടെയെങ്കിൽ മത്തായി ശ്രദ്ധിച്ചത് യേശുവിനെ രാജാതിരാജാവായിട്ട് ഉയർത്തി കാണിക്കണം. ആ ശ്രമത്തിൽ മത്തായി വിജയിച്ചു. കൃത്യമായി രാജാതിരാജാവായി തന്നെ യേശു എന്ന ദൈവപുത്രനെ വരച്ചു കാട്ടി മത്തായി തൻ്റെ സുവിശേഷം അവസാനിപ്പിച്ചു. മാർക്കോസ് ശ്രദ്ധിച്ചത് അതൊന്നുമല്ല. മാർക്കോസ് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ്. ഞാനും നിങ്ങളും അറിയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മാളിക മുറിയിലാണ് ദൈവസഭയുടെ ആവിർഭാവം എന്ന പാരമ്പര്യം. അങ്ങനെയാണെങ്കിൽ 120 പേരല്ല, അതിലേറെ ആളുകളുണ്ട് അവിടെ കൂടിയിരിക്കാൻ. ഈ 120 പഴയ കണക്കാണ്. 3 കൂട്ടം അവിടെ കാണുന്നുണ്ട്, 3 ഗ്യാതറിങ്സ്. ഒരു ഗ്യാതറിങ് തെരഞ്ഞെടുപ്പിനാണ്, ഒരു ഗ്യാതറിങ് പ്രാർത്ഥനയ്ക്കാണ്, ഒരു ഗ്യാതറിങ്ങാണ് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. അത് 120 പഴയ കണക്കാണ്. അതുകൊണ്ട് ചില പ്രസംഗിക്കുമ്പോൾ 120 പേര് കൂടി എന്ന് പറയും. 120 മുകളിലാകാനാണ് സാധ്യത. അത്രയും പേർക്ക് കൂടിയിരിക്കാനുള്ള സൗകര്യമുള്ള വീടാണ്. നമുക്കാർക്കെങ്കിലും ഉണ്ടോ അത്രയും വലിയ വീട്? ഇല്ല. 120 പേർക്ക് അവിടെ വന്ന് യോഗം കൂടാം. മാത്രമല്ല ഈ യേശു ആ സമയത്ത് വിളിച്ചു പറഞ്ഞാലും ഫുഡ് റെഡിയാണെന്ന്. അത് യേശു അധികാരത്തോടെ പറയാം, നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മതി, ഫുഡെല്ലാം അവിടെ റെഡിയാണ്. അത്ര ഒരു വീടാണ്. അങ്ങനെ ജനിച്ചു വളർന്ന പയ്യനാണ് മാർക്കോസ്. മനസ്സിലായോ? അല്ല, കൊള്ളാവുന്ന വീട്ടിൽ ജനിച്ചു വളർന്ന, സുഖസൗകര്യങ്ങളുടെ മധ്യം ജീവിച്ചു വളർന്ന ആൾ. പുള്ളിക്കൊരു അങ്കിളുണ്ടായിരുന്നു. അങ്കിൾ വലിയ തത്വജ്ഞാനിയായിരുന്നു, വലിയ അറിവുള്ള ആൾ. എനിക്ക് നിങ്ങൾക്ക് അറിയാം ആളിനെ, ബർണവാസ്. അതിശക്തനായ ഒരു ചിന്തകനായ ആൾ. സൈപ്രസ് ദ്വീപുകാരനാണ്, ഭയങ്കര അറിവാണ്. സർവോരി പൗലോസിൻ്റെ കൂടി മെൻഡറാണ്. പൗലോസിനെ കൂടി മെൻഡറിങ് നടത്താൻ പാകത്തിനുള്ള വലിയൊരു വിജ്ഞാനി. അങ്ങനെ ജ്ഞാനമുള്ള സമ്പത്തുള്ള ഒരു വീട്ടിലെ പയ്യൻ. പക്ഷേ അദ്ദേഹം യേശുവിനെക്കുറിച്ച് എഴുതുമ്പോൾ യേശുവിൽ കണ്ടത് ഒരു ദാസനെയാണ്. യേശുവിലെ ദാസ്യവൃത്തി കണ്ടിട്ട് താനും ഒരു ദാസനായി സ്വയം ചുരുങ്ങി പോകുന്നൊരു കാഴ്ച കണ്ടേ. അപ്പോൾ നോക്കണേ, നമ്മളാരും ഉദ്ദേശിക്കുന്നിടത്തല്ല ദൈവവിളിയുടെ അർത്ഥം വരുന്നത്. സ്തോത്രം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലത്. അതുകൊണ്ടാണ് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അത് ഉറപ്പാക്കണം. സ്തോത്രം. ഒരു ദാസനായിരിക്കുന്നതിൽ ഈ സമ്പന്നൻ സന്തോഷം കണ്ടെത്തുകയാണ്. സ്തോത്രം. അതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. എനിക്കെങ്ങനെയൊക്കെ അങ്ങയുടെ പാദസേവ ചെയ്യാം, എനിക്ക് എങ്ങനെയൊക്കെ നിൻ്റെ മുമ്പിൽ ഒരു വിനീത ദാസനായിരിക്കാം. എൻ്റെ തലക്കനങ്ങൾ മുഴുവൻ ഇവിടെ ഞാൻ മാറ്റിവെക്കുന്നു, എൻ്റെ പ്രൗഢിയെല്ലാം ഞാൻ ഇവിടെ മാറ്റിവെക്കുന്നു. എനിക്ക് നിൻ്റെ മുമ്പിൽ എങ്ങനെ വിനയാന്വിതനാകാം. സ്തോത്രം. മത്തായി എന്ന കണക്കെഴുത്തുകാരൻ അതുവരെ റോമാ ഗവൺമെൻറ്റിന് വേണ്ടി കണക്ക് കുറിച്ച് നടന്നവൻ പറയുക, ഇനി ആയുസ്സുള്ളിടത്തോളം ഈ കരങ്ങൾ നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കും. എൻ്റെ രാജാവ് അങ്ങ് മാത്രമാണ്, എൻ്റെ കർത്താവ് അങ്ങ് മാത്രമാണ് എന്ന് മത്തായി പറഞ്ഞപ്പോൾ ആ രാജാതിരാജാവിൻ്റെ പാദം സേവിക്കാൻ പാകത്തിന് മാർക്കോസ് സ്വയം തുനിഞ്ഞിറങ്ങുകയാണ്. ലൂക്കോസ് വ്യത്യസ്തനാണ്. അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് വേറൊരു തലമാണ് അദ്ദേഹത്തിൻ്റെത്. കാരണം ഇദ്ദേഹം ഒത്തിരി മനുഷ്യരെ പരിചയപ്പെട്ടിട്ടുണ്ട്. നേരിട്ടല്ല, 2 കാലഘട്ടത്തിലൊക്കെ ഉള്ള മനുഷ്യരെ. അതിലൊരാൾ സോക്രട്ടീസ് ആയിരുന്നു, മറ്റൊരാൾ പ്ലേറ്റോ ആയിരുന്നു, ഡയോജനസ് ആയിരുന്നു, ഇനിയൊരാൾ. ഇങ്ങനെ ചിന്തകന്മാരെ തന്നെ കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും അറിവിൻ്റെ നാട്, ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ ലൂക്കോസിന് ഒരു പ്രത്യേകത. ലൂക്കോസ് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു വലിയ ആശയമുണ്ടായിരുന്നു. എന്താണ് ആ വലിയ ആശയം? ഒരു മനുഷ്യനെപ്പറ്റിയുള്ള അന്വേഷണത്തിൻ്റെ കഥ ഗ്രീക്ക് തത്വചിന്തയിലുണ്ട്. ഇതിൽ ചിലരെങ്കിലും കേട്ട് കാണും. ഒരിക്കൽ ഡയോജനസ് എന്നു പേരായൊരു സാത്വികൻ, ഒരു ചിന്തകൻ, തത്വചിന്തകൻ, ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ ചില രസകരങ്ങളായ സ്വഭാവമുണ്ട്. ഇങ്ങനെ സൂര്യനെ നോക്കി അദ്ദേഹം നിന്നാൽ മണിക്കൂറുകൾ അവിടെ നിൽക്കും. അദ്ദേഹം ചിലപ്പോൾ അസ്തമയം നോക്കി ഇങ്ങനെ നിൽക്കും, എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്ന, വഴിയിൽ നിന്നൊന്നും മാറൂല. ഒരു ദിവസം ചക്രവർത്തി അതിലെ വരുമ്പോൾ ഇദ്ദേഹം ആ വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
ചക്രവർത്തിക്ക് മുമ്പ് എല്ലാവരും വഴിമാറി കൊടുക്കേണ്ടതാണ്. പുള്ളി ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പം മാറാൻ പടൻ പറഞ്ഞിട്ടും പുള്ളി മാറാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ ചക്രവർത്തി പറഞ്ഞു, ആരാത്? സാർ, അതൊരു ഗുരുവാണ് പ്രഭു, അതൊരു ഗുരുവാണ്, ചിന്തകനാണ്. അപ്പം മാന്യനായ ചക്രവർത്തി പറഞ്ഞു, അദ്ദേഹം അവിടെ നിൽക്കട്ടെ. മനസ്സിലായില്ലേ? അദ്ദേഹം അവിടെ നിൽക്കട്ടെ, നമുക്ക് വഴി മാറിയിപ്പം. എങ്കിലും അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം തീർന്നിറങ്ങിച്ചെന്ന് ഡയോജനസിനെ കണ്ടു. കണ്ടിട്ട് തൊട്ട് മുമ്പിൽ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ്. അങ്ങേക്ക് എന്താണ് വേണ്ടത് പറയൂ. അങ്ങേക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു, ഞാൻ അങ്ങയുടെ അറിവിനെ ബഹുമാനിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്ത് ചോദിച്ചാലും തരുമോ എന്ന് ചോദിച്ചു. തരുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങേക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, രാജ്യമൊന്നുമല്ല, പണമൊന്നുമില്ല. എന്താണ്? താങ്കൾ എൻ്റെ വെളിച്ചം തടയാതെ മാറി നിൽക്കണം. ഇതാണ് വേണ്ടത്. ഈ സൂര്യവെളിച്ചം എൻ്റെ മുമ്പിൽ നിന്ന് മാറ്റുന്നത് താങ്കളാണ്. താങ്കൾ ഒന്ന് മാറി നിൽക്കണം. ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പോയപ്പോൾ മന്ത്രി ചോദിച്ചു, അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടിയോ? ചക്രവർത്തി പറഞ്ഞു, ഇല്ല, പറയൂ. അദ്ദേഹം പറഞ്ഞത്, ശരി വെളിച്ചം നമ്മിലേക്ക് വരാനുള്ള തടസ്സം ഈ അധികാരമാണ്. താങ്കൾ മാറാതെ മനുഷ്യന് സത്യ വെളിച്ചം കിട്ടത്തില്ല. ഇത്തരത്തിലെ ചിന്തനായിരുന്നു. അദ്ദേഹമാണ് ഒരു പട്ടാപ്പകൽ ശരറാന്തലും കത്തിച്ച് നമ്മൾ ഏതൻസ് എന്ന് വിളിക്കുന്ന ഒളിമ്പിക്സൊക്കെ തുടങ്ങിയ അഥേന അതിൻ്റെ തെരുവിലൂടെ ഈ വെളിച്ചം കത്തിച്ചു പോവാണ്, റാന്തൽ കത്തിച്ചു പോവാണ്, പഴയ വിളക്ക്. അപ്പോൾ കണ്ടവരൊക്കെ ചോദിച്ചു, ഇതെന്തോ ഇപ്പോൾ? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വലിയ അന്വേഷണമാണ്. എന്തന്വേഷണം? എനിക്കൊരു മനുഷ്യനെ കാണാൻ ആഗ്രഹമുണ്ട്. ഞങ്ങളൊന്നും മനുഷ്യരല്ലേ? നിങ്ങൾ മനുഷ്യരൊക്കെയാണ്. നിങ്ങളെല്ലാം തികഞ്ഞൊരു മനുഷ്യനാണോ? എനിക്കെല്ലാം തികഞ്ഞൊരുത്തനെ കാണണം, എല്ലാത്തിലും തികവുള്ളൊരുവനെ കാണണം, മനുഷ്യത്വമുള്ളവനെ കാണണം. അഹങ്കാരിയല്ല, ധാർഷ്ട്യക്കാരനെയല്ല, തികവുള്ളൊരു മനുഷ്യനെ, ലക്ഷണമൊത്ത മനുഷ്യനെ എനിക്ക് കാണണം. അദ്ദേഹത്തിൻ്റെ യാത്ര ഉത്തരം കണ്ടെത്താതെ പോയി. ഇത്തരം ചിന്തകൾ മുഴുവൻ വ്യാപിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് വന്നവനാണ് നമ്മുടെ ലൂക്കോസ്. സ്തോത്രം. അതുകൊണ്ടാണ് ലൂക്കോസ് തൻ്റെ എഴുത്തിലെല്ലാം തന്നെക്കുറിച്ചൊന്നും പറയാറില്ല. ലൂക്കോസ് എന്ന മനുഷ്യൻ്റെ വലിയൊരു ശ്രേഷ്ഠത അറിയാം. അത് ബൈബിൾ എഴുത്തുകാർക്കെല്ലാം ഉണ്ട് ആ ശ്രേഷ്ഠത. ആ ശ്രേഷ്ഠത മറ്റൊന്നല്ല. 2 കൃതികൾ അദ്ദേഹം എഴുതി. ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം, 2 അപ്പോസ്തല പ്രവൃത്തി. ഈ കൃതികൾ എഴുതിയിടത്ത് തന്നെക്കുറിച്ച് പറയാൻ നിരവധി സന്ദർഭങ്ങൾ ലൂക്കോസിന് കിട്ടിയതാണ്. അത് അയാളുടെ റൈറ്റാണ്, പറയാം, കുഴപ്പമൊന്നുമില്ല. ഒരു പ്രസംഗൻ്റെ പേര് നോട്ടീസിൽ വെക്കുന്നത് തെറ്റൊന്നുമില്ല, അയാളുടെ റൈറ്റാണ്. കാരണം അങ്ങനെയൊക്കെ തെറ്റുണ്ടോ? ഇനി വല്ലാത്തൊരു പരിപാടിയാണ് പറ്റാത്തല്ലേ. കാരണം ഞാനതിന് പറയാറുണ്ട്, പേരൊക്കെ വെക്കാം, പക്ഷെ അതൊരു ആഘോഷമാകല്ലേ. പേര് വെക്കുന്ന കുഴപ്പമില്ല. കാരണം ആരാണ്ട് എഴുതിയ സുവിശേഷമൊന്നല്ലല്ലോ, മത്തായി എഴുതിയൻ തന്നെയാണ്. ആരാണ്ട് എഴുതിയൊരു ലേഖനമാണെങ്കിൽ നമ്മൾ പൗലോസിൻ്റെ ലേഖനം വായിക്കുമോ? പേര് കണ്ടേച്ചാൽ ലേഖനം വായിക്കുന്നല്ലേ. പേര് കുഴപ്പമൊന്നുമില്ല, അത് തെറ്റല്ല. പക്ഷേ നമ്മൾ ആ ക്രിസ്തുവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തിട്ട് അതിലൂടെ പോകുന്നിടത്താണ് ലൂക്കോസിൽ നിന്ന് പഠിക്കാനുള്ളത്. എന്താണെന്നറിയണ്ടേ? ഈ പൗലോസ് അനുഭവിച്ച സകല വേദനകളും കഷ്ടതകളും കൂടെ നടന്നനുഭവിച്ച ഒരു ശിഷ്യൻ്റെ പേരാണ് ലൂക്കോസ്. പലവട്ടം പട്ടിണി. പട്ടിണിയേക്കാൾ ഭീകരമല്ലേ ഉറക്കിളപ്പ്? മരണത്തിന് വരെ കാരണമാകും. പെട്ടെന്നുള്ള മരണത്തിന് പോലും നീണ്ട ഉറക്കിളപ്പ് കാരണമാകും, അല്ലേ? അങ്ങനെയാ. പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, ആപത്ത്, നിർവചിക്കാനാവാത്ത 100 ആപത്ത്, നഗ്നത, വാൾ, കടലിലെ ആപത്ത്, ജയിലിൽ കിട്ടുന്ന പീഡകൾ, രാഷ്ട്രീയപരമായ ആക്രമണങ്ങൾ, ഇതെല്ലാം കൂടെ നടന്ന് സഹിച്ചു. ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം ഇത് പറഞ്ഞില്ല. അദ്ദേഹം പറയാത്ത ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണല്ലേ. ഞാനത് ബൈബിൾ വായിച്ചപ്പോൾ കണ്ടുപിടിച്ച. കാരണം പൗലോസ് പോയ വഴിക്കല്ല ഈ മനുഷ്യനുണ്ട്. തെളിവെന്താണെന്നറിയണ്ടേ? അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നു. ഈ മനുഷ്യനുണ്ട്, സ്വന്തം പേരെഴുതിയില്ല. നമ്മളാണ് ആ ശീലാസിനെ അങ്ങ് വിട്ടു. ഞങ്ങളെല്ലാം പണ്ട് പോലെ പരിചയമുള്ള, ഞാനാണ് ആദ്യം വന്നേ. അപ്പം അതുകൊണ്ട് അല്ല മനഃപൂർവ്വം വെട്ടിയതല്ല. അത്
പിന്നെ ജൂനിയർ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് കാര്യമായിട്ട് വെച്ചില്ലെന്നേ ഉള്ളൂ. ശീലാസം ഉണ്ടായിരുന്നു, സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. പൗലോസ് അച്ഛന് പ്രായമായിരുന്നു, ഞാനായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തേ. ഞാനാണെങ്കിൽ ഇങ്ങനെ പറയത്തുള്ളൂ അല്ലേ, പൗലോസും അവിടെ ഒന്നുമില്ല, ശീലാസും ഒന്നുമില്ല, നമ്മളെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും. പക്ഷേ ഈ അടിയെല്ലാം കൊണ്ട മനുഷ്യൻ, ഈ വേദനകളിലെല്ലാം കടന്നുപോയ മനുഷ്യന് വേറൊരു ഗുണം കൂടെ ഉണ്ടായി. എന്താണത്? ഈ വരും വഴിക്ക് ശീലാസൊക്കെ ഓരോ സഭകളിൽ പാസ്റ്റർമാരായി. ദൈവം അങ്ങനെ ആക്കി പൗലോസ്. നല്ലത്. തിമത്യോസിനെ കിട്ടി ലുസ്ത്രയിൽ വെച്ച്. അദ്ദേഹത്തെയും പാസ്റ്ററാക്കിയിട്ട് പറഞ്ഞു, ഇനി കാണുന്ന ദൈവാസന്മാരെ നിനക്ക് ദൈവാസന്മാരായിട്ട് ആത്മസമർപ്പണമുള്ളവരെ കണ്ടിട്ട് പട്ടണം തോറും അവരെ മൂപ്പന്മാരാക്കി വെക്കണമെന്ന് പറഞ്ഞു. പൗലോസ് പോവാ ഇങ്ങനെ. ഈ പോന്ന പോക്കിൽ ആസ്യക്കാരൊക്കെ എന്നെ വിട്ടുപോയി. പൗലോസിനോട് പിണങ്ങി. കൊരിന്തിലെ കലാപം, പലരും പല വഴിക്ക് പോയി. ദേമാസ് എന്നെ വിട്ട് ലോകത്തെ സ്നേഹിച്ചു പോയി. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടറിനിക്ക് വളരെ ദോഷം ചെയ്തു. അടുത്ത വചനം അത്ഭുതരാ, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ രംഗം ഒന്ന് ആലോചിച്ച്. നമ്മൾ ചിലയിടത്ത് നിന്നാൽ എന്താ കിട്ടുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ചിലരുടെ നിസ്വാർത്ഥ സേവനം കണ്ട്. എന്താണ് ആ നിസ്വാർത്ഥ സേവനം? ഞാൻ വിശദീകരിക്കാം, ശ്രദ്ധിക്കാം. ഈ പൗലോസൊക്കെ ജയിലിൽ കിടക്കും. ഈ ജയിൽ എന്നൊക്കെ പറയാൻ നമ്മുടെ നാട്ടിലെ പോലുള്ള സൗകര്യമൊന്നുമല്ല. ഞാൻ നാട്ടിലൊക്കെ ഇടയ്ക്ക് ജയിലിൽ സുവിശേഷം അറിയിക്കാനൊക്കെ പോകാറുണ്ട്, അവസരം കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഈ ജയിലും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ കണ്ട് ഇവിടെ അങ്ങ് കിടന്നാൽ എന്താണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടുത്തെ സൗകര്യവും ഒക്കെ കണ്ട് അവരെ മുഖത്തെ ആ സന്തോഷം തന്നെ. ജയിലിൽ കിടക്കുന്നതെല്ലാം ഭയങ്കര, അതല്ലേ ഈ പുറത്തിറങ്ങി വരുമ്പോൾ ഈ മുഖമൊക്കെ തിളങ്ങുകയാണ് അവിടെ ഇറങ്ങി വരുന്നവരുടെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ ഈ ജയിലിൽ നിന്ന് വരുമ്പോഴേ ഇങ്ങനെ കാണിച്ചാണ് വരുന്നത്, കണ്ടിട്ടുണ്ടോ? ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല. കാരണം ഈ വാർത്ത വായിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാഠിന തടവിന് വിധിച്ചു എന്നൊക്കെ കേട്ടാൽ നിങ്ങൾ ആശങ്കപ്പെടുന്ന പോലൊന്നുമില്ല. ഈ തടവെന്ന് ഉദ്ദേശിച്ചത് ഇയാളെ ഇങ്ങനെ മസാജ് ചെയ്യുന്നതാണ്. തടവുന്നു പോലീസുകാരൊക്കെ നിന്ന് ഇയാളെ ഇങ്ങനെ പിണ്ടതയിലൊക്കെ ഇട്ട് സാർ ഇരുന്നാട്ടെ. ഇതവിടെ നടക്കുന്നത്. അല്ലാതെ നമ്മുടെ അവിടുത്തെ ജയിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഷയമുള്ള സ്ഥലമല്ല. ഇവിടെ എങ്ങനെയൊക്കെയാണ് കേട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ജയിലൊന്നുമല്ല. ഈ ഗുഹകൾ ജയിലാക്കി മാറ്റുകയാണ്. ഗുഹ മുമ്പിൽ അഴി കാണും. ഈ ഇത് കഴിഞ്ഞ് അകത്തൊരു ചതുരവടിയുള്ള കുഴിയാണ്. ഒരു 4x4 ആണ് അതിൻ്റെ ആഴം. ഒരു 20 അടിയൊക്കെ കാണും. പിടിച്ചു കയറാനൊന്നും സൗകര്യമില്ല. അവിടേക്ക് ഇങ്ങനെ കെട്ടി ഇറക്കുകയാണ്. ഇങ്ങനെ നെഞ്ചിലേക്ക് ചങ്ങലയിട്ട് കെട്ടി ഇറക്കുകയാണ്. പിന്നെ കയ്യിലേക്ക് ചങ്ങലയുണ്ട്. കയ്യിൽ ഇടത്ത് കാലിലേക്ക്, ഇങ്ങനെ വലത്ത് കാലിലേക്ക്, ഇതിൽ നിന്ന് ഇടത്ത് കൈയിലേക്ക് എക്സ് ആകൃതിയിലെ ചങ്ങല. അതാളിത് ഇങ്ങനെ ഒന്ന് കമന്ന് നിൽക്കാൻ പാകത്തിനാണ്. സ്വാതന്ത്ര്യമൊന്നുമില്ല. അവിടെ കൊണ്ടിടുന്നത്. ഇവിടെയൊക്കെ സുവിശേഷത്താൽ കൊണ്ടിട്ടുമ്പോൾ ഈ മനുഷ്യനെ കാണാൻ ചെല്ലുന്നവരെയും സംശയദൃഷ്ടിയല്ല വീക്ഷിക്കുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, ഈ റോമർക്ക് എഴുതിയ ലേഖനവും ഒക്കെ എഴുതിയെടുക്കണം. എഴുത്തുകാരായി കുറേ പിള്ളേരുണ്ട് അവിടെ. സ്വസ്തനേസ് എന്നൊക്കെ പറഞ്ഞ്, തെർത്തോസ് എന്നൊക്കെ പറഞ്ഞ കുറേ കുട്ടികളുണ്ട്. ഇവർ പാർച്ച്മെൻസ് ഉണ്ടല്ലോ, പാപ്പിറസും പാർച്ച്മെൻസും മൃഗങ്ങളുടെ തോലിലുമൊക്കെയാണ് എഴുതുന്നത്. നമ്മൾ ഡ്രമ്മിന് ഇടുന്ന പോലുള്ള ഇത്. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് ഈ ബൈബിൾ ഉണ്ടില്ലേ, ആ ഒരു ബൈബിൾ കൊണ്ടു നടക്കാൻ പാടാ. 500 വർഷം പഴക്കമുള്ളൊരു ബൈബിൾ ഞാനൊരു ചാപ്പലിൽ കണ്ടു. അത് കൊണ്ടു നടക്കാൻ പാടാണ്. അങ്ങനെയെങ്കിൽ ഒരു പുസ്തകമൊക്കെ അന്നത്തെ തുകൽ ചുരുളാണ്. നമ്മൾ പണ്ട് യോഗത്തിന് പൊതിഞ്ഞുകൊണ്ട് പോകുന്ന പോലെ പോകണം. പെട്രോൾ മാഷൊക്കെ ആയിട്ട് പോകുന്നൊരു കാലമില്ലേ, ഇതുപോലെ പോകണം. അപ്പോൾ ഇത് എഴുതാൻ വരുന്നവൻ മഷിക്കുപ്പി, തൂലിക ഇതെല്ലാം കൊണ്ടുവരണം. ഒപ്പം ഇതും കൊണ്ടുവരണം. ഇതൊക്കെ കൊണ്ടൊരു ജയിലിലേക്കാണ് വരണ്ടേ. താഴെ കുഴി കിടക്കുക. ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ നോക്കണം താഴെ മനുഷ്യനെ കാണണമെങ്കിൽ. അവിടെ കിടക്കുമ്പോൾ ഈ എഴുതാൻ വരുന്നവന് ഒരു ചായക്കാശ് കൊടുക്കാൻ നിർവാഹമുണ്ടോ പൗലോസിന്? ഉണ്ടോ? ഇല്ല. ഇയാൾ എന്ത് പ്രതീക്ഷിച്ചാണ് വരുന്നത്? എന്താണ് പ്രതീക്ഷിച്ചത്? എന്ത് കിട്ടും എനിക്ക്? ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിക്കും? ഇത് കഴിഞ്ഞിട്ടിത് ഇവിടെ വെച്ചാൽ പോരാ, കൊണ്ടു കൊടുക്കണം. ആജ്ഞ പോലെ പൗലോസ് പറയുന്നത് ഈശന്മാരോട്. അല്ലാതെ കൊണ്ടു കൊടുക്കാവോ ബ്രദറൊന്നും ചോദിക്കുകയല്ല, കൊണ്ടു കൊടുക്കാനാണ് പറയുന്നത്. ആക്ഷനാ. ആ മൂടൊക്കെ മാറും. ഇത് പെട്ടെന്ന് എത്തിക്കണം. ഈ മനുഷ്യൻ സ്പോൺസർ ചെയ്യുന്നുണ്ടോ? ഈ മനുഷ്യൻ ഒരു 10 രൂപ കൊടുക്കാൻ ശേഷിയുണ്ടോ? നോക്കണം. പൗലോസിനെ പോലെ ത്യാഗം സഹിച്ചവരാ എഴുത്തുകാരാ എഴുതിയ കക്ഷികൾ. നമ്മളിങ്ങനെയുള്ള അനവധി ആളുകളുടെ ആ സേവനത്തിലാണ് ഈ പാദമൂന്ന് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ കാണാത്ത എത്ര മനുഷ്യരുടെ സഹായം കൈപ്പറ്റിയ ബ്രദറെ ഇവിടെ വന്ന്
എത്ര മനുഷ്യരുടെ നിസ്വാർത്ഥ പ്രാർത്ഥന കൈപ്പറ്റിയ ഇവിടെ വന്നേ. എപ്പോഴും ഈ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ബൈബിൾ തുറക്കുമ്പോഴൊക്കെ ഓർക്കണം, ഇതിൻ്റെ പിന്നിൽ പണിയെടുത്ത ആയിരക്കണക്കിന് മനുഷ്യർ, ഇത് പരിഭാഷപ്പെടുത്താൻ ത്യാഗം സഹിച്ച ആയിരക്കണക്കിന് മനുഷ്യർ. ഒരു ചെരുപ്പ് കുത്തിയായി ജീവിതം തുടങ്ങിയിട്ട് 5 മാസത്തെ യാത്ര ചെയ്ത് കപ്പലിൽ വരുന്ന വില്യം കേറി ആ കപ്പലിൽ ഇരുന്നു കൊണ്ട് ബംഗാളി ഭാഷ പഠിച്ചു. ജോൺ തോമസ് പഠിപ്പിച്ചു, അക്ഷരങ്ങൾ വായിക്കാൻ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ മഹത്തരമായിരുന്ന നിഘണ്ടു ഉണ്ടാക്കി അവിടെ ചെന്ന് ആ ഭാഷയ്ക്ക് വ്യാകരണമുണ്ടാക്കി. ഒടുക്കം സ്വയപരിശ്രമം കൊണ്ട് അദ്ദേഹം ഫോർട്ട് വില്യംസ് കോളേജിലെ സംസ്കൃതം പ്രൊഫസറായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. വില്യം കേറി ജോലി ചെയ്ത് കഠിനാധ്വാനം. ഈ കഠിനാധ്വാനങ്ങൾക്കിടയിൽ മലേറിയ ബാധിതനായി ഭീകരമായ അവസ്ഥയിൽ കൂടി ഒരു മകനും അദ്ദേഹം കൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹം രക്ഷപ്പെട്ടു. മകൻ പീറ്റർ മരിച്ചു, 2ാമത്തെ മകൻ. അന്നത്തെ ഇന്ത്യയിലെ മനുഷ്യർ ഈ ശവശരീരത്തിൻ്റെ അടുത്ത് ഈ സേവനമൊന്നും ചെയ്യാൻ വരില്ല, ഭയപ്പെട്ട് പലരും പോയി. മലേറിയയാണ്, ശവം അടക്കാൻ പോലും മനുഷ്യനില്ല, ഒരു പെട്ടി ഉണ്ടാക്കാൻ സൗകര്യമില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ 300-400 വർഷം പഴക്കമുള്ള ശവകുടീരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എത്ര ഭംഗിയായിട്ട് അവർ സൂക്ഷിക്കുന്നത്. അപ്പം മരണത്തോടുള്ള അവരുടെ ബഹുമാനമെന്ന് ഓർത്തി പരേതനോടുള്ള ഒരു പെട്ടിയിൽ വെക്കാൻ സൗകര്യമില്ലാതെ ഈ കുഞ്ഞിനെ തുണി പൊതിഞ്ഞ് അടക്കാൻ ഭാര്യയും മക്കളും ചേർന്ന് വില്യം കേറിയും പോവാണ്. കുഴിയെടുത്തപ്പോൾ അകത്തുനിന്ന് ഉറവ് പൊട്ടി വെള്ളമാണ്. ആ വെള്ളത്തിൽ കൊണ്ട് ശവശരീരം വെച്ച് ഉള്ള മണ്ണുമൊക്കെ വാരിയിട്ടിട്ട് പോരുമ്പോൾ ഭാര്യയുടെ സമനില തെറ്റി, മനോരോഗിയായി. വില്യം കേറി പരിഭാഷയ്ക്കൊരു മുറിയിലിരിക്കുമ്പോൾ ഭാര്യ വയലൻ്റാവും. ഒടുക്കം മുറിയിലിട്ട് പൂട്ടി. ചിലരൊക്കെ ചോദിക്കും, എന്തേ വിടുതലില്ല? വില്യം കേറി ഒരിക്കലും ഇത് ചോദിച്ചില്ല. 6 മേജർ ഭാഷകളിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തി. 28 ഭാഷകളിൽ ബൈബിളിൻ്റെ ഏതെങ്കിലും പ്രതികൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തി. എന്താ പറഞ്ഞേ? അവരുടെയൊക്കെ സേവനത്തിൻ്റെ ചോരത്തിളക്കമുള്ള മണ്ണിലാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ നിൽക്കുന്നത്. നമുക്ക് നേടണം യേശുവിന് വേണ്ടി ചിലരെ. നമുക്ക് പ്രവർത്തിക്കണം ഈ രാജ്യത്ത് കർത്താവിന് വേണ്ടി. ഞാനിവിടെ വന്ന് പ്രസംഗിച്ചതൊക്കെ അത്തരം മിഷൻ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഈ നാട് എനിക്ക് തന്ന ഓർമ്മകളെല്ലാം പ്രാർത്ഥനാ മനുഷ്യരുടെ കണ്ണീരൊഴുക്കിയവരുടെ ത്യാഗസന്നദ്ധരായി യേശുവിനെ പ്രസംഗിക്കാൻ ഇത്തരം 3-4 ലോക രാജ്യങ്ങളിലേക്ക് കടന്നുപോയ മനുഷ്യരെക്കുറിച്ചാണ്. അവിടെ വീണ് മരിച്ച മനുഷ്യരെക്കുറിച്ചാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തവർ അവിടെ വന്ന് വീണ് മരിച്ചെങ്കിൽ ഞാനും നിങ്ങളും ജോലിക്ക് വേണ്ടി വന്നു എന്ന് മാത്രം ധരിക്കല്ലേ. ചിലതൊക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ബ്രദറെ. നമ്മളെക്കൊണ്ടും ദൈവം ചിലത് ചെയ്യിക്കും. ഉറപ്പോടെ വിശ്വസിച്ചാട്ടെ, ശക്തിമത്തായി വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാനൊരു ചർച്ചയിൽ ആദരനായ ജോൺ ബ്രിട്ടാസ് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ ഈ ഹല്ലേലൂയ പറഞ്ഞ് സ്വോത്രം പറഞ്ഞ് മനുഷ്യരെല്ലാം വഴിതെറ്റിക്കല്ലേ, അന്ധവിശ്വാസമല്ലേ പ്രചരിപ്പിക്കുന്നത്? എൻ്റെ മറുപടി അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല. ഞാനൊരു ലിസ്റ്റ് തന്നെ മുമ്പോട്ട് വെച്ചു. അതെല്ലാവരും ഇട്ടില്ല കേട്ടോ, കട്ട് ചെയ്തായിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പോയെടുത്തേ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, അതുപോലെ അറിയപ്പെടുന്ന വിശ്വോത്തര സർവകലാശാലകളാണ് ക്രിസ്ത്യാനിറ്റി വ്യാപരിച്ചിടത്തെല്ലാം ഉണ്ടായത്. ആൽബർട്ട് ഐൻസ്റ്റീൻമാരും ഐസക് ന്യൂട്ടന്മാരും മൈക്കൽ ഫാരഡേമാരും ഒക്കെ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച്. ഞങ്ങളാണോ അന്ധവിശ്വാസം ലോകത്തിന് കൊടുത്തത്? ക്രിസ്ത്യാനിറ്റിയാണ് ലോകത്തിന് ശാസ്ത്രാവബോധം കൊടുത്തത്. ശരിയല്ലേ? ഇവരൊക്കെ രക്ഷിക്കപ്പെട്ട മനുഷ്യരായിരുന്നെന്ന്, രക്ഷാനിർണയം പ്രാപിച്ച മനുഷ്യർ. ഇവിടെ എത്തിസ്റ്റുകൾ തോറ്റുപോകുന്ന ഒരു സന്ദർഭം അവിടെയാണ്. ഞാൻ നിരീശ്വരന്മാരായ ആൾക്കാരുമായി ഒരു സംവാദത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ലോകത്തിന് കൊടുത്ത സംഭാവന എത്ര? പറയൂ. ഞാൻ പറയും, ഈ കോവിഡ് കാലത്തും സുഭിക്ഷ ഭക്ഷണം കഴിച്ചു മനുഷ്യർ ലോകത്തെല്ലാം ഉള്ളത്. ആ ഭക്ഷണം കഴിക്കാൻ കാരണം ജനിതക ശാസ്ത്രം, ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ വളർച്ചയാണ്. ആ ജനറ്റിക് എഞ്ചിനീയറിങ്ങിന് ബീജാഭാവം നൽകിയത് ഗ്രിഗർ മെൻഡൽ എന്നു പേരായ ഒരു ദൈവദാസനാണ്. വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡേ നമ്മളെപ്പോലൊരു വാസന മകനാണ്. ഐസക് ന്യൂട്ടൻ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തിയ മനുഷ്യനാണ്. ബൈബിളിലെ ദാനിയേൽ പ്രവചനത്തിനും വെളിപ്പാട് പുസ്തകത്തിനും വ്യാഖ്യാനം എഴുതിയ മനുഷ്യനാണ്. മനസ്സിലായിക്കൊള്ളണം. ഇത്തരത്തിലുള്ള അനവധി ചിന്തകന്മാരെ ഉൽപ്പാദിപ്പിച്ച ഒരു നാട്. സ്തോത്രം. അവർ ജോലിയൊക്കെ ചെയ്തേ. നിങ്ങളും ജോലി ചെയ്യണം, കുഞ്ഞുങ്ങളൊക്കെ ജോലി ചെയ്യണം, കുഴപ്പമില്ല. ആ ജോലിക്കൊപ്പം നമുക്കിനിയും വേണം ഇത്തരം ചിന്തകന്മാരെ. കുഞ്ഞുങ്ങളെല്ലാം വിശ്വാസത്താൽ ഇങ്ങനെ കണ്ട് പ്രാർത്ഥിച്ചാട്ടെ.
ഇവരെല്ലാം ലക്ഷ്യമിട്ട് പ്രാർത്ഥിച്ചാട്ടെ. നമ്മളിവിടെ വന്ന് പലതും കാണുന്നുണ്ട്. തെറ്റായ രീതികളും തെറ്റായ സമീപനങ്ങളും പിന്മാറിപ്പോകുന്ന മനുഷ്യരും കിട്ടിയ ചെറിയ ഭൗതിക ആനുകൂല്യത്തിൽ സ്വയം മറന്നു പോകുന്ന ആളുകളെയും കണ്ടു. ഒന്ന് നമുക്കുറപ്പിക്കാം, എല്ലാ നാട്ടിലും ഉള്ളതുപോലെ ചെറിയ ചില തിന്മകൾ ഇവിടെ കാണും, പക്ഷെ നന്മകൾ ഇവിടെയുണ്ട്. ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ ഞങ്ങൾ അടിയുറച്ച് സൂക്ഷിക്കും. ഒപ്പം ഈ രാജ്യത്തിൻ്റെ തിന്മകളിലേക്ക് ഒരിക്കലും പോകാത്ത വിധം ഞങ്ങൾ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ കാഹളം ഈ നാട്ടിലും ഊതും. അതിനുവേണ്ടിയാണ് ദൈവയുടെ അയച്ചത്. മുൻതലമുറകളുടെ പ്രാർത്ഥന നിങ്ങളിവിടെ അയച്ചെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നമുക്ക് ചിലത് ചെയ്തെടുക്കാനുണ്ട്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരും പിന്നോട്ട് പോകരുത്. നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ ഇവിടെ നേടിയെടുക്കാനുണ്ട്. സ്തോത്രം. ലൂക്കോസിലേക്ക് വരാം. ഈ കർത്തദാസൻ യേശുവിനെ കണ്ടത് ഒരു മനുഷ്യനായിട്ടാണ്. ഒരു മനുഷ്യൻ. ഞാനതാണ് പ്രധാനമായും പറയാനുള്ളത്. അതുകൊണ്ട് യേശുവിൻ്റെ പിറവി ഇത്ര സ്പഷ്ടമായിട്ട് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു യേശു ഒരു മനുഷ്യൻ. അത് മൂന്നിനെ എതിർത്തല്ല പറയുന്നുണ്ടോ, കോൺട്രഡിക്ഷൻ ഒന്നുമല്ലത്. മത്തായി യേശു ഒരു രാജാവാണ്, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. മാർക്കോസ് അവൻ ഭാരം വഹിക്കുന്ന ദാസനാണ്, ശരി തന്നെ. ലൂക്കോസ് പറഞ്ഞു ഒപ്പം സർവവും തികഞ്ഞ മനുഷ്യനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഫൈനലായിട്ട് യോഹന്നാൻ വന്നിട്ട് പറഞ്ഞു ഇത് മൂന്നും ശരി, പക്ഷേ സാക്ഷാൽ ദൈവമാണവൻ. ഇങ്ങനെ 4 സുവിശേഷം. മനസ്സിലായില്ലേ? സ്തോത്രം. ഒരു പ്രോബ്ലം ഞാൻ തന്നെ അതിന് സൊല്യൂഷൻ പറഞ്ഞിട്ട് പോകാം. ഈ ജെറിക്കോ എന്ന് പറയുന്ന സ്ഥലം കണ്ടിട്ടുള്ളവരുണ്ടോ? ഇസ്രയേലിൽ പോയിട്ടുള്ളവരുണ്ടോ? ഇസ്രയേലിൽ പോയിട്ടുള്ളവർ എരിഹോ കണ്ടിട്ടുണ്ടോ? പോയിട്ടുള്ളവരില്ല? പോയിട്ടുള്ളവരെന്ന് ഞാൻ കൂടെ ചോദിക്കാൻ കാരണം എനിക്ക് ധൈര്യമായിട്ട് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനിയും പറയാമല്ലോ അല്ലേ? ഇല്ലെന്നറിഞ്ഞപ്പോൾ ഒരാശ്വാസം. അപ്പോൾ ഇനി അത് വിട്. റാന്നിക്കാരൊക്കെ ഉള്ള റാന്നി ഒരു മോളെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. പഴയൊരു സഹോദരിയാണ്, നമ്മുടെ പഴയൊരു ചങ്ങാതിയാണ്. ചെറുപ്പത്തിലെ കണ്ട് മനസ്സിലാക്കിയൊരു ചങ്ങാതിയാണ്. പോട്ടെ, വേറെ ആരിലും. മല്ലപ്പള്ളി ശാസ്ത്രമൊക്കെ വേണേൽ മല്ലപ്പള്ളി എന്ന് പറയാം അല്ലേ? കുഴപ്പമില്ല. കാരണം ഇതിലൂടെ ഒരു നദിയുണ്ട്, അതുകൊണ്ട് തന്നെ നദി. അത് കറക്റ്റ് റാന്നിയാണ് പറയാൻ പറ്റുന്നത്. ഈ റാന്നി 2ആയിട്ടാണ് കിടക്കുന്നത്. സത്യത്തിൽ 3 പഞ്ചായത്താണ്. നമുക്ക് ആ സ്ഥലം വെച്ച് ജോഗ്രഫിക്കലി 2 റാന്നിയുണ്ട്. അങ്ങനെ അവിടുത്തെ അക്കരെ റാന്നിയെന്നും ഇക്കരെ റാന്നിയെന്നും പറയും അല്ലേ? വാസൊക്കെ അറിയാം അല്ലേ? ഇതുപോലെയാണ് ജെറിക്കോ. അത് പറയാം, നീ മറക്കില്ല. ഇപ്പോൾ ജെറിക്കോ എന്ന ആ വിശാലമായ നഗരത്തിൻ്റെ നടുവിലൂടെ ഒരു ചെറിയ തോട്. ഇപ്പോഴൊരു പാലമൊക്കെ ഉണ്ട്. അന്നത് ഈ തോടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഒന്നുമല്ല കേട്ടോ. വെള്ളമൊന്നുമില്ല, അത് ഇങ്ങനെ പറ്റി വരണ്ട കിടക്കുകയാണ്. ഇതാണ് ജെറിക്കോ. നമ്മുടെ കർത്താവ് അക്കരെ ഒരു അത്ഭുതം ചെയ്തിട്ട് ഒരുത്തനെ സൗഖ്യമാക്കിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. അത് അക്കരെ റാന്നിന്ന് ഇങ്ങോട്ട് വരുന്നപോലെ സങ്കല്പിച്ചാൽ മതി. ഇറ്റിയപ്പാറയ്ക്ക് വരുന്നപോലെ ഇങ്ങോട്ട് സങ്കല്പിച്ചാൽ മതി. അക്കരെ വെച്ചിത് കണ്ട് മനസ്സിലാക്കിയവൻ എഴുതി, അവൻ എരിഹോവിൽ നിന്ന് പോയാറേ ഒരു കുരുടനെ സുഖപ്പെടുത്തി. മനസ്സിലായോ? ഇക്കരെ ഉള്ളവൻ പറഞ്ഞു അവൻ എരിഹോവിലേക്ക് വന്നാറേ. ഇതൊക്കെയാണ് സംഗതി. ഇനി ചുമ്മാ നമ്മളെ കണ്ടിട്ട്, പിള്ളേരെ കണ്ടിട്ട് ഒരു അക്ഷരം വെച്ചിട്ട് ചുമ്മാ ചോദിക്കുക, വീർപ്പ് മുട്ടിക്കുക, ശ്വാസം മുട്ടിക്കാൻ വേണ്ടി വരിക. അതിനൊക്കെ മറുപടി നമ്മുടെ കയ്യിലുണ്ട്. ഏത് ചോദ്യത്തിനും, ഈ തിരുവെഴുത്താണോ സകല ചോദ്യത്തിനും മറുപടി ഉള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. ഇനി ഇതൊന്നും അല്ല നമ്മൾ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കാൻ കാരണം. കർത്താവ് നോക്കേണ്ടി പ്രാണനെ തന്നു എന്നുള്ള അറിവ് അത് കേവലമായ വായുടെയും പഠനത്തിൻ്റെ അറിവല്ല, അക്ഷരം തന്ന അറിവൊന്നുമല്ല. ജീവിപ്പിക്കുന്ന ആത്മാവിനാൽ ദൈവഹിതങ്ങൾ തിരിച്ചറിഞ്ഞ ആ ബോധ്യമാണത്. പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവമെന്നുള്ള ആ തിരിച്ചറിവ് ക്ലാസ് എടുത്തപ്പെടുന്നും പഠിച്ചതല്ല, അത് തിരിച്ചറിഞ്ഞവരാ നമ്മൾ, അത് ആസ്വദിച്ചവരാ നമ്മൾ. സ്തോത്രം. ഇവയെല്ലാം ചേർന്ന് പോകണം. അങ്ങനെയാണ്. സ്തോത്രം. ഞാനതിലേക്കൂടെ വരട്ടെ. യേശു ഒരു മനുഷ്യനാണ്. എനിക്ക് യേശുവിൻ്റെ മനുഷ്യത്വം പ്രസംഗിക്കാനാണ് കൂടുതൽ ഇഷ്ടം. യേശുവിൻ്റെ ദൈവത്വം ഇഷ്ടമാണ്, പക്ഷെ മനുഷ്യത്വം അതിലേറെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തർക്കം വേണ്ട. എന്താണ് കാരണം? അതിന് കാരണമുണ്ട്. ക്ഷമിക്കണം. എനിക്ക് ഈ ആൾ ദൈവങ്ങളോട്, ആൾ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള, ഇവിടെയൊക്കെ ഉണ്ടോ? അങ്ങനെയില്ല. എന്നാൽ താമസിക്കാൻ ഉണ്ടാവും അല്ലേ? ഇവിടെ അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല, സമയമില്ല മനുഷ്യൻ, അതാ തിരക്കിനിടയ്ക്ക്. അപ്പോൾ ഈ ആൾ ദൈവങ്ങളോട് എനിക്ക് ഈ പറയുന്ന പോലൊരു വിരോധമോ അകലമുള്ള ഒരാളല്ല സത്യം പറഞ്ഞു. നിങ്ങൾക്കുള്ള പോലെ പോലും ഒരു എതിർപ്പില്ല. വേറൊന്നും ഉണ്ടല്ല, കുറഞ്ഞ പക്ഷേ ഇവരൊരു മനുഷ്യരല്ല. അതുകൊണ്ടാണ് ഈ വരച്ചു വെച്ച രൂപം പോലൊന്നും അല്ലല്ലോ ഈ ഭീകരമായിട്ട് മനുഷ്യൻ വരച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന
ആ ടൈപ്പ് അല്ലല്ലോ. എന്ന് വെച്ചാൽ ഇവർ സംസാരിക്കാൻ പറ്റും, വർത്തമാനമൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ടൊരു മനുഷ്യനാണെന്നുള്ള ബഹുമാനം. ആ ദൈവമാണെന്ന് അവർ പറയുന്നതിലും വിരോധമില്ല. പക്ഷേ നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ബാധിക്കാൻ പാടില്ല: സ്ഥലം, സമയം, പദാർത്ഥം. ടൈം, സ്പേസ് ആൻഡ് മാറ്റർ. ഇതാണ് ഞാനീ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇത് 3 ബാധിക്കരുത്, ദൈവത്തിന് ബാധിക്കരുത്. ശരിയാണോ? ശരിയാണോ? നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ബ്രിസ്റ്റോൾ അല്ലേ ഈ സ്ഥലം? നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ് ഇവിടേക്ക് നിൻ്റെ സാന്നിധ്യം അയക്കണേ എന്ന് പറയുമ്പോൾ ദൈവം പറയുക, മോനെ ഞാനേ ഇപ്പം ന്യൂയോർക്കിലാണ്, എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, വരാം, ഇതൊന്ന് കഴിയട്ടെ, നിന്നെ ഞാൻ മറക്കുകയില്ല, അതിലെ വരും. ഇങ്ങനെ പറയോ? ദൈവം പറയല്ല. ന്യൂയോർക്കിൽ പ്രവർത്തിക്കുന്നവന് ഇവിടെയും പ്രവർത്തിക്കാം, അതേ സമയത്ത് ചന്ദ്രനിലും പ്രവർത്തിക്കാം. അങ്ങനെയാണല്ലോ അല്ലേ? അതാ ദൈവം. സങ്കീർത്തനക്കാരൻ അത് കണ്ടിട്ട് പറയാ, എനിക്ക് ആ വാക്യം അത്ഭുതപ്പെടുത്തി. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ വരുമെന്നല്ല, നീ അവിടെ ഉണ്ടെന്ന്. നീ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. എന്തൊരു വാക്യം അത്! പാതാളത്തിൽ അവിടെ ഉണ്ടെന്ന്. ഇനി ഞാൻ പേടിച്ച് ഉഷസിൻ ചിറക് ധരിച്ച്, ആ വാക്യം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരണം പ്രകാശവേഗത്തെ പറ്റിയാണ് പറയുന്നത്. ഏറ്റവും വലിയ വേഗം പ്രകാശവേഗമാണെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? ആ വേഗത്തിലെ ഉഷസിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് വാർത്താൽ അവിടെയും നിൻ്റെ കരം ഒറ്റപ്പിടിയാ. തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? എന്തൊരാനന്ദമാണ് സങ്കീർത്തനം വായിക്കുമ്പോൾ അല്ലേ? ഞാനൊരുത്തനോട് ചോദിച്ചു, എടാ നിൻ്റെ കിതാബിൽ ഇത്ര ഒരു സാധനം ഒന്ന് കാണിക്കുക, ഇത്ര ഒരെണ്ണം. ഇത് വായിക്കുമ്പോഴേ നമുക്കിതെല്ലാം കളഞ്ഞിച്ചങ്ങ് പോകാൻ തോന്നും അല്ലേ? നമ്മളിതെല്ലാം കളഞ്ഞിച്ച് പോകാനുള്ളവരാണെന്നേ, സംശയമൊന്നും വേണ്ട. നമ്മളിതെല്ലാം കളയുന്നൊരു ദിവസം സംശയം വേണ്ട. ഇപ്പം ഇത് വേണ്ടെന്നാണോ ഇതൊന്നും? അതും തെറ്റാ. ഇതൊക്കെ വേണം. കർത്താവ് വരുമെന്നും പറഞ്ഞ് നമുക്ക് ഈ ലോകം കളഞ്ഞ് ജീവിക്കണമെന്നാണോ? അങ്ങനെയാണോ? ഉത്തരവാദിത്തമില്ല ജീവിക്കാനുള്ള ലൈസൻസാണോ കർത്താവ് വരുമെന്നുള്ളത്? അല്ല. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഈ ഗെയിമാണ് കളിക്കുന്നത് അല്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തുവായിരുന്നു കളിക്കുന്നത്? ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ആണുങ്ങൾ കുട്ടിയും കോലും അങ്ങനെയൊക്കെ. പെൺപിള്ളേർ കളിക്കുന്നത് എന്തായിരുന്നു? ഈ ചിരട്ടയ്ക്കകത്ത് അല്ലേ? മണ്ണുമൊക്കെ നിറച്ച് ഒരു ചെറിയ ബ്ലേഡിൻ്റെ മുറി എവിടെയെങ്കിലും സംഘടിപ്പിച്ച് അതുമൊക്കെ അരിഞ്ഞ് അങ്ങനെയൊക്കെ ഒരു കളിയില്ലായിരുന്നോ? അതായിരുന്നു പണ്ട്. ഇത് ഈ സമ്മതിക്കാനുള്ള മടി അത്രയും പ്രായം ഇല്ലെന്ന് കാണിക്കാൻ എനിക്ക് മനസ്സിലായി. അന്ന് മൂളാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നറിയോ? ഞങ്ങൾക്ക് അത്രയും പ്രായമൊന്നും ആയില്ല. സമ്മതിച്ചു, കുഴപ്പമില്ല. അപ്പോൾ ഈ കളിക്കുന്ന പിള്ളേർ ഇങ്ങനെ കളിക്കുമ്പോൾ ആ കളിക്കുന്ന അത്രയും നേരം ഇവരിത് സീരിയസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് ഒറിജിനൽ ബിരിയാണിയായിട്ടാണ്, ചോറായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ധരിച്ചേക്കുന്നത്. ഇടയ്ക്ക് അതാ പോയിട്ട് ഇങ്ങനെ അരയ്ക്കുന്നു. ഞാൻ ചെറുപ്പത്തിൽ കണ്ടൊരു രംഗമുണ്ട്. എൻ്റെ പെങ്ങന്മാരുടെ മക്കളിങ്ങനെ കളിക്കുക. ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഫോൺ വന്നതായിട്ട് ഓടി ഒരാൾ ചെന്ന് ഫോണ് ഇങ്ങനെ എടുത്ത് സംസാരിക്കുക. അപ്പം മറ്റേ ആൾ പറയുന്നത് അരയ്ക്കുകയാണോ എന്ന് ചോദിക്കുന്നു മറ്റേ ആളിനോട് ഫോണിൽ. അപ്പം മറ്റേ പുള്ളിക്കാരി അവിടെ നിന്ന് ചോദിക്കുക, എങ്ങനെയാണ് കണ്ടതെന്ന്. കാരണം ദൂരെയാണെന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൂരെ ഇരിക്കുവാണെങ്കിൽ കാണാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയാണ് കണ്ടതെന്ന്, അരയ്ക്കുകയാണെന്നുള്ള വിവരം. അപ്പോൾ അവരുടെ ലോകം അത് ലൈവാണ്. അവരത് അങ്ങനെ തന്നെയാണ് കരുതുന്നത്. എൻ്റെ അറിയണേ നിങ്ങളതിലേക്കാണ് പോകുമ്പോൾ ഒന്ന് ചവിട്ടിക്കളഞ്ഞത്. ആൺപിള്ളേർ അതിലേ പോകുമ്പോൾ ഈ വണ്ടി ഓടിച്ച് പോയിട്ട് കാലൊരു തട്ട അറിയാത്ത വിധല്ലേ? പെൺപിള്ളേർ കൊല്ലും നമ്മളെ ഇങ്ങനെ തട്ടിക്കളഞ്ഞ. കാരണം അവരത് റിയലായിട്ട് അവർക്ക് തോന്നുന്നേ. അവർക്കൊരു സംശയമില്ല, ഇതാണ് കറക്റ്റ്. നമ്മൾ കാണാതെ ഇവർ ചോറിങ്ങനെ തിന്നുന്നുണ്ട്. ഉണ്ടാക്കിയ സാധനം മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് തല്ലി കിട്ടുമെന്ന് ഓർത്ത്. ഇങ്ങനെ ഇരിക്കെ ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോൾ കിച്ചണിൽ നിന്ന് യഥാർത്ഥ ഭക്ഷണത്തിൻ്റെ ആ സുഗന്ധമില്ലേ, അതിങ്ങോട്ട് വരുമ്പോൾ ഇവർ തന്നെ ഇതൊരൊറ്റ ചവിട്ടിന് ദൂരെ കളഞ്ഞിട്ട് ഓടിപ്പോയി അകത്ത് കയറും. കണ്ടിട്ടില്ലേ? ഇതുപോലെ ഇവിടുത്തെ അനുഗ്രഹമല്ല. ഓരോ ദിവസം കളയും, നമ്മളങ്ങ് പോവും. അതിനുള്ളവർ നമ്മൾ പൊരുളായത് വരുമ്പോൾ നിഴലായതൊക്കെ പൊക്കോളും. ഹല്ലേലൂയ. അതിനുള്ളവരാണ് നമ്മൾ. സ്തോത്രം. അപ്പോൾ വചനത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കർത്താവിൻ്റെ മനുഷ്യത്വം ഞാനെന്ന് പറയാൻ അതിൻ്റെ ഒരു കാരണമുണ്ട്.
നമ്മുടെ കർത്താവിനെ ഏറ്റവും ഇഷ്ടം, യേശുവിന് ഒത്തിരി ടൈറ്റിൽസ് ഉണ്ട്, ഒത്തിരി പേരുകൾ. നമുക്കറിവുള്ള കുറേ പേരുണ്ട്. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ഇമ്മാനുവൽ, ഇങ്ങനെ ഒത്തിരി പേരുകളില്ലേ. ടൈറ്റിൽസ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ പഠിക്കാറ് സബ്ജക്റ്റാണ്, വലിയൊരു സബ്ജക്റ്റാണ് അല്ലേ, യേശുവിൻ്റെ പേരുകൾ. പക്ഷേ യേശു ഏറ്റവും അധികം എൻജോയ് ചെയ്ത പേര് മനുഷ്യപുത്രൻ. ദൈവപുത്രൻ ഒരിടത്ത് രണ്ടിടത്തും കണ്ടേ പറയുന്നു, നമ്മൾ വിളിക്കുന്നുണ്ട്, പക്ഷേ യേശു പറയുന്ന പേരെന്താ? മനുഷ്യപുത്രൻ. തന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞൊരു ഉദാഹരണത്തിലേക്കൊന്ന് വരികയാണ്. ദൈവം സ്ഥലത്തിനും കാലത്തിനും അതുപോലെ ടൈം സ്പേസ് മാറ്ററിന് വിധേയരാകരുത് എന്ന് പറഞ്ഞു. നമ്മുടെ ആൾദൈവങ്ങളെ അവിടെയാണ് നമ്മൾ ഉൾക്കൊള്ളാത്തത്. അവർ ടൈമിനും സ്പേസിനും മാറ്ററിനും വിധേയരാണ്, അങ്ങനല്ലേ? എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഐക്യരാഷ്ട്രസഭയിലൊക്കെ വന്ന് ഈ ദൈവങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. അതിങ്ങനെ അവിടെ ഐക്യരാഷ്ട്രസഭയുടെ ആ ആടിച്ചൂടത്തിലേക്ക് ഭിത്തി തുളച്ച് പ്രത്യക്ഷപ്പെടുകയാണോ? ഇങ്ങനെ പാഞ്ഞു വന്നിറങ്ങുകയാണോ? അല്ല, നമ്മളൊക്കെ വന്ന പോലെ തന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് പലതരം പാശ്ചാത്യ രാജ്യം അങ്ങനെ വല്ല ഇറക്കുമോ? മൻമോഹൻ സിംഗിൻ്റെ തലപ്പാവ് അഴിച്ച കക്ഷികളാണ്, ഇങ്ങനെ സമ്മതിക്കുമോ? അഴിക്കാൻ പറ്റില്ല, പൊക്കോളാൻ പറയും. അവിടെ വിട്ടുവീഴ്ചയൊന്നുമില്ല, ഇങ്ങനെ വരണം. അങ്ങനെയാണ്. എന്തിനാ പറഞ്ഞതെന്നറിയണ്ടേ? നമ്മളെക്കാൾ ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഇവിടെ ഇറങ്ങാൻ. അതിൻ്റെ കാരണം ഈ ഗ്രീൻ ചാനൽ വഴി ഇറക്കം നടക്കുകയില്ല, SLC പാസ്സല്ല, ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടത്തില്ല. പിടികിട്ടിയോ? പിന്നെ അവർക്ക് ഒരു ഗുണമുണ്ടായിരുന്നു, ഒരു ദീർഘദൃഷ്ടി. അതിനെ സമ്മതിക്കാതിരിക്കാൻ വയ്യ. ഒരു ദീർഘദൃഷ്ടി, ദീർഘകാലം മുമ്പോട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. അതായത് SLC പാസ്സാകുകയില്ല എന്നറിഞ്ഞുകൊണ്ട് 2ാം ക്ലാസ്സിലെ പണി നിർത്തി. അത് മുൻകൂട്ടി അവർക്കറിയാമായിരുന്നു, അവിടെ വരെ പോകാനുള്ള കപ്പാസിറ്റി ഇല്ലെന്നറിഞ്ഞുകൊണ്ട്. അതവരുടെ ഒരു മുൻകൂട്ടിയുള്ളൊരു കാഴ്ചപ്പാടാണ്. അവരുടെ ചെല്ലാം 4ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്ക് ഏതാണ്ട് തുടങ്ങിയിട്ട് വലിയ മുടക്കില്ല ചെയ്യാൻ പറ്റിയ പണിയാണിതെന്ന് ഓർത്ത് ഏതായാലും വ്യവസായം ക്ലച്ച് പിടിച്ചു, നല്ല രീതിയിൽ അങ്ങ് ക്ലച്ച് പിടിക്കുകയും ചെയ്തു. അപ്പോൾ പിടിതരാത്ത വിധത്തിൽ വളർന്നു പോയി. അംബാനിയെപ്പോലെ അദാനിയെപ്പോലൊക്കെ ഇതൊരു സാമ്രാജ്യമായിട്ടങ്ങ് മാറി. പോട്ടെ, അസൂയ കൊണ്ടൊന്നും പറഞ്ഞല്ല. പ്രശ്നം ഇത്രേ ഉള്ളൂ, സ്ഥലത്തിനും കാലത്തിനും സമയത്തിനും ഒരു വിധേയരാ. പക്ഷെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്ഥലം, കാലം, മാറ്റർ ഇത് ബാധിച്ചോ? ഇല്ലെന്ന് ആര് പറഞ്ഞു? പിന്നെ 33 വയസ്സെന്ന് പറഞ്ഞാൽ എന്താ? ബാധിച്ചില്ലേ? അടി കൊണ്ടപ്പോൾ കരഞ്ഞില്ലേ? അടി കൊണ്ട് വേദനിച്ചില്ലേ? ക്രൂശിൽ തറച്ചപ്പോൾ അലറിക്കരഞ്ഞില്ലേ? ഭക്ഷണം ചോദിച്ചില്ലേ? പിന്നീട് മുമ്പ് അത്തി വിശന്നില്ലേ? ഇത് ബാധിച്ചോ? സ്ഥലം ബാധിച്ചു, കാലം ബാധിച്ചു, മാറ്റർ ബാധിച്ചു. ശരിയല്ലേ? ശരിയാണോ? ആണെന്ന് സംശയിക്കണ്ട. മറയുടെ ഉദരത്തിൽ ആ ഒരു കുട്ടിയായിട്ട് പിറവി കൊണ്ടുപോകും. എന്താ കാര്യം? പറയാം. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവപുത്രൻ. ദൈവപുത്രൻ എന്ന നിലയിലും ആരംഭമില്ല, അവസാനമില്ലാത്തവൻ. ദൈവപിതാവ് ആരംഭമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ. ദൈവപരിശുദ്ധാത്മാവ് ആരംഭമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ. നിത്യൻ, നിതാന്തൻ, സർവശക്തൻ, സർവജ്ഞാനി. ഈ ദൈവപുത്രൻ കാലത്തിനും പദാർത്ഥത്തിനും അതുപോലെ സ്ഥലത്തിനും വിധേയനായതിൻ്റെ പേരാണ് യേശുക്രിസ്തു. പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പം ചിലർ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അതെന്താ ദൈവം മനുഷ്യനാകുമോ? ഉത്തരം എന്താ കിടക്കുന്നു? ദൈവം മനുഷ്യനാകുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ, ഞങ്ങളുടെ ദൈവം സർവശക്തനായതുകൊണ്ട് മനുഷ്യനാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മനസ്സിലായില്ലേ? സർവശക്തന് മനുഷ്യനാണെന്താ പ്രയാസം? പ്രയാസമുണ്ടോ? സർവശക്തന് അമീബയാകാനും പറ്റുമെന്ന് ഒരു പ്രശ്നമില്ല. ആവശ്യമുണ്ടെങ്കിൽ അതും ആകാം, ഒരു കുഴപ്പമില്ല. അനന്ത സാധ്യതകളുള്ള ദൈവം മനുഷ്യനാകുമോ എന്ന ചോദ്യം പോലും അർത്ഥരഹിതമാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനാകും. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. അതാണ് കർത്താവായ യേശുക്രിസ്തു. മനസ്സിലായോ? അതിനുവേണ്ടി തന്നെ വന്നതാണ്. സ്ഥലകാലങ്ങൾക്ക് വിധേയനാകാൻ വേണ്ടി വന്നതാ. അല്ല വന്ന വഴിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആയിട്ട് വ്യാഖ്യാനിച്ചൊപ്പിച്ചല്ല. വ്യക്തത വന്നോ? കരഞ്ഞ കരച്ചിലിന് പുല്ല് പ്രത്യേകതയുണ്ടേ. നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവം ക്രൂശി കിടന്ന് കരയുവോ? ഏലി ഏലി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്?
അവനെ നിർത്തിച്ച് പറഞ്ഞിട്ട് ഈ കരച്ചിൽ പോലും പുതുമയല്ല. 1000 ആണ്ട് മുമ്പ് യേശു എങ്ങനെ കരയണമെന്ന് എഴുതി വെച്ചു. ഈ കരച്ചിൽ അപ്പാടെ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 22 ദാവീദ് വായിച്ച് കേൾപ്പിക്കണവനെ. 1000 വർഷം മുമ്പാ ഈ വാക്കെടുത്ത് കട്ടാൻ പേസ്റ്റ് ചെയ്യുന്ന പോലെ യേശു തൻ്റെ നാവിലൂടെ ആവർത്തിക്കുക ചെയ്തേ. മനസ്സിലായോ? അതുകൊണ്ട് കരച്ചിൽ പോലും യാദൃച്ഛികമല്ല, ആക്സിഡൻ്റലി ഒന്നും സംഭവിച്ചിട്ടില്ല. അതെല്ലാം മുൻകൂട്ടി പ്രവാചകന്മാർ പറഞ്ഞ ആ വചനം പോലെ നിവർത്തിക്കാൻ യേശു കർത്താവ് വന്നു. പക്ഷേ യേശു വേറെ ഇഷ്ടപ്പെട്ട പേര് മനുഷ്യപുത്രൻ എന്നായിരുന്നു. അങ്ങനെയായിരുന്നു മനുഷ്യപുത്രൻ. എന്തിനങ്ങനെ മനുഷ്യപുത്രൻ എന്ന് പറയാൻ കാരണമുണ്ട്. ഇനി വേറെ ചില കാര്യങ്ങളുണ്ട്. യേശുവിനെ ആരെങ്കിലും ദൈവപുത്രൻ എന്ന് വിളിച്ചാൽ കർത്താവ് വല്ലാതെ പ്രശ്നമുണ്ടാക്കും. നേരാണെന്ന് നോക്കാം. പിശാചുക്കൾ വിളിച്ചു, യേശുവേ മഹോന്നതനായ ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? യേശു പറഞ്ഞു, മിണ്ടരുത്. ശരിയാണോ? മിണ്ടരുതെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ യേശുവിനെ ഒരുത്തൻ കയറി വിളിച്ചു, നല്ലവനായ ഗുരു. എന്നെ അങ്ങനെ വിളിക്കരുത്. ദൈവം ഒരുവനേ നല്ലവനുള്ളൂ, എന്നെ വിളിക്കണ്ട. ഇത് കേട്ടാൽ നമുക്ക് തന്നെ തോന്നുന്നു യേശു ഈ പറഞ്ഞ മറ്റേ കക്ഷികൾ കൊണ്ടുവരുന്നൊരു സാധനം അല്ലേ. ഇതിലും നല്ലൊരു സന്ദർഭം യേശുവിൻ്റെ അരികിലേക്ക് ഏതാണ്ട് നിക്കോദിമോസ് വന്നിട്ട് പറയുകയാണ്, ഗുരു, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഇത്രയും നല്ലൊരു കാര്യം പറയാനുണ്ടോ? കറക്റ്റല്ലേ പറഞ്ഞാൽ അത് തെറ്റുമല്ലോ ഉണ്ടോ? ഒന്നുമില്ല. സത്യത്തിൽ ഇവിടെ നമ്മളിലും ആണെങ്കിൽ എന്ത് ചെയ്തേനെന്നറിയാം. പത്രോസിനോട് പറയാം, എടാ നിന്നെപ്പോലുള്ളവർക്കൊന്നും മനസ്സിലാവുകയില്ല. ഈ മനുഷ്യൻ പറഞ്ഞത് കേട്ടോ. നാട്ടിൽ എന്നെ പലരും പറഞ്ഞ് ആക്ഷേപിച്ചതേ വിവരമുള്ളവൻ, അയാളൊരു വക്കീല ഈ നിക്കോദിമോസ്. അറിവുള്ളവൻ എന്നെപ്പറ്റി പറഞ്ഞ് എന്നാന്ന് കേൾക്ക്. ഇങ്ങനെയല്ലേ? ഞങ്ങളിന്ന് ഓരോരുത്തരോട് അവരുടെ ആചാര്യൻ്റെ പ്രവാചകനാണെന്ന് തെളിവ് വയ്ക്കും പറയും, നമ്മുടെ നാട്ടിൽ ഒരു DGP പറഞ്ഞെന്ന്, ആൾ കേമനാന്നൊക്കെ പറഞ്ഞു. ഇതാണോ തെളിവ്? നിക്കോദിമോസിൻ്റെ സാക്ഷി യേശുവിനെന്തിന്? യേശു പറഞ്ഞു, കുഞ്ഞു പോക്കാട്ടെ, വീണ്ടും ജനിക്കാത്തവൻ, കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പോ. ഞാൻ ഓർക്കാറുണ്ട് ഒരു ഗെറ്റ് ഔട്ട് അടിക്കുന്ന പോലെ. ആ സ്വരത്തിലാണ് പറയുന്നത് യേശു അല്ലേ. നിക്കോദിമോസ് ഒരു നല്ല മനുഷ്യനാണ്. എന്തറിയണ്ടേ? ഇവിടെ തല്ലിയാലും കൊള്ളും. കാരണം തല്ലുന്ന യേശു ആണെങ്കിൽ അത് കൊള്ളുന്നൊരു സുഖമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശു തല്ലിയൊരു സുഖമല്ലേ? അല്ല, കർത്താവ് വലിയ സന്തോഷമാണ്. സ്നേഹിക്കുന്നവരെ ഈ തല്ലുന്നേ, അതാ കാര്യം. സ്തോത്രം. ഏതായാലും ഇവിടെ എല്ലാം യേശു ഇതങ്ങ് വെട്ടി. ഇനി ഒരു കാര്യമുണ്ട്. പിശാച് ചോദിക്കുന്ന കേട്ടോ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോടപ്പമാകാ. യേശുവിൻ്റെ മറുപടി കേട്ടോ, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല. ചോദ്യം ദൈവപുത്രനെങ്കിൽ, ഉത്തരം മനുഷ്യൻ. എന്തൊരു ഏർപ്പാടാ! എന്നെ അങ്ങനെ വിളിക്കരുത്. യേശു അങ്ങ് ബഹിഷ്കരിക്കുക. അന്നേരം ഇതെല്ലാം നിലനിൽക്കേ ഒരുത്തനൊരു ദിവസം യേശുവിനെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ചൊരു വാക്ക്, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ. ആരാ? നമ്മുടെ തോമസ്, നമ്മുടെ അപ്പോസ്തലൻ. വഴക്ക് പറഞ്ഞോ? ഇല്ല. ഫിലിപ്പിൻ്റെ കൈസരി വെച്ച് നമ്മുടെ പത്രോസ് ഒരു വിളി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. വഴക്ക് പറഞ്ഞോ? ഇല്ല. അപ്പോൾ വീണ്ടും ജനിച്ചവൻ വിളിച്ചാൽ കാതു തുറന്നത് കേൾക്കുമെന്ന് മനസ്സിലായോ? നാട്ടുകാരൻ്റെ മുമ്പിൽ ഇതൊരു മനുഷ്യൻ, വീണ്ടും ജനിച്ചവന് ഇത് ദൈവം. എന്താ കാര്യം? ഈ ദൈവത്വം മനസ്സിലാക്കണമെങ്കിൽ ആ വെളിപ്പാടുള്ളവനെ മനസ്സിലാകൂ ഇത് ദൈവമാണെന്ന്. ഹല്ലേലൂയ. വായിച്ചു പഠിച്ചവന് പിടികിട്ടൂല, അന്വേഷിച്ചവന് പിടികിട്ടൂല. ജഡരക്തങ്ങളല്ല, എൻ്റെ പിതാവാണ് നിനക്ക് ഈ ദർശനം നൽകിയത്, ഈ വെളിപ്പാട് തന്നത്. നിനക്ക് മാത്രമേ അത് പിടികിട്ടൂ. അല്ലാത്തവരൊക്കെ യേശു പറയും മനുഷ്യൻ. അങ്ങനെ വിളിച്ചാൽ മതി. ഭയങ്കര സന്തോഷം അത് കേൾക്കുന്നത്. ഞാൻ രണ്ടാമത്തെ ഒരു മർമ്മമുണ്ട്. എന്താണെന്നറിയണ്ടേ? ശ്രദ്ധിക്കണം. പിശാച് യേശുവിൻ്റെ ദൈവത്വത്തെക്കാൾ ഭയപ്പെട്ടത് മനുഷ്യത്വത്തെയാണ്, ഹ്യൂമാനിറ്റി. എന്തായിരിക്കും കാര്യം? പറയാം. യൂണിഫോമിൽ വരുന്ന ഒരു പോലീസ് ഓഫീസറേക്കാൾ അപകടകാരിയാണ് മഫ്തിയിൽ വരുന്നവൻ. ഞാനതിൻ്റെ തെളിവാണ് പറയാൻ പോകുന്നത്. ഹൈക്കോടതിയുടെ അടുത്തൊരു ജയിലുണ്ട്. ഞാനൊരു ദിവസം അവിടെ പ്രശ്നിച്ചുകൊണ്ട് നിൽക്കുക. അതിനകത്ത് അവസരമുണ്ട് നമുക്ക്, കൗൺസിലിംഗ്.
അപ്പോൾ ആ ജയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോറിഡോറ്, ഇവിടെ ഒരു കോറിഡോറാണ്, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും, ഇവിടെ ഒരു അഴിയുണ്ട്. അവർ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ സെല്ലുകൾ, അവർ ഈ നടുക്ക് വന്നിരിക്കാം. എല്ലാവരും ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ ഈ ക്ലാസ്സും പാട്ടൊക്കെ പാടാം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ ആളുകൾ കൗൺസിലിങ്ങിന് വരും. പലതരം ആൾക്കാരവിടെ ചെല്ലാറുണ്ട്. അതിലൊരുത്തൻ വന്ന് ഈ പ്രസംഗിച്ചിട്ട് നിൽക്കുന്ന എന്നെ അടിമുടിയൊന്ന് നോക്കിയിട്ട് ചോദിച്ചു, പാസ്റ്ററാണോ? അതെ. എന്നാൽ എനിക്ക് താങ്കളോട് സംസാരിക്കാനൊന്നുമില്ല. എന്തു പറ്റി? എനിക്ക് ഈ വർഗത്തെ കാണുന്നതേ ഇഷ്ടമല്ല. ഭയങ്കര പരുഷമായൊരു ഭാഷയിൽ. എനിക്കൊന്നും തോന്നിയില്ല, നമ്മളിതൊക്കെ കേൾക്കണമല്ലോ, കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ. ഈ പോലീസ് ഓഫീസർ പറഞ്ഞാൽ നീ പൊക്കോന്ന് പറഞ്ഞാൽ എന്നെ വിട്ടിട്ട് എന്നോട് ചോദിച്ചു, സാർ എന്താണ് അവൻ അങ്ങനെ പറഞ്ഞെന്ന് പിടിയിട്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഏതെങ്കിലും പാസ്റ്റർമാർ അവനോട് മോശമായി പെരുമാറി കാണും, അതുകൊണ്ടായിരിക്കാം. അവനെ ഞാൻ കുറ്റം പറയില്ല. മറ്റൊരാൾ ചെയ്തായിരിക്കും, അത് എന്നോട് അവൻ ആ പക തീർത്തു, അത്രേ ഉള്ളൂ, സാരമില്ല. അതൊന്നുമല്ല. സംഭവം രസകരമാണ്, കേൾക്കണം. അവനൊരു വലിയ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തവനാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയെ, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നു. ഇവനാണെന്ന് ആർക്കും അറിയില്ല. ഇവനീ ചായ വടയൊക്കെ വിൽക്കുന്ന, സൈക്കിളെ കൊണ്ടുനടന്ന് വിൽക്കുന്ന ഒരു ജോലിയാണ്. ഇവനെന്ന് ആർക്കും അറിയില്ല. ഒടുക്കം ഇത് കാലമൊക്കെ ഏറെ കഴിഞ്ഞു പോയി. അവനേതാണ്ട് രക്ഷപ്പെട്ട് നിൽക്കുന്നു. അവനാണെന്ന് ആർക്കും അറിയില്ല. ഒരു ദിവസം ഒരു പാസ്റ്റർ ഇവൻ ഈ ചായയൊക്കെ ആയിട്ട് വരുമ്പോൾ വാങ്ങി അവിടെ നിർത്തി കുടിച്ചു. വടയും മേടിച്ച് കഴിച്ച് പൈസ കൊടുത്തു. ചുമ്മാ പരിചയപ്പെട്ട് വന്ന വഴിക്ക് പാസ്റ്റർ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്. പുള്ളിക്കും സന്തോഷമൊക്കെ ആയി. പുള്ളി പാഴ്സലും മേടിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു. നല്ല വടയാണ്. അവർ ചോദിച്ചു, ഇതൊക്കെയുള്ള ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയൊരു നിരാശ കാണുന്നല്ലോ, ഒരു വല്ലാത്ത ദുഃഖം. ഇദ്ദേഹത്തെ എന്തോ വല്ലാത്തൊരു പ്രശ്നം അലട്ടുന്നല്ലോ. ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാവോ? അനുവാദം ചോദിക്കാതെ അങ്ങ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ വലിയ ഗുരുതരാവസ്ഥയിലാണ്, നീ ഭയപ്പെടുന്നത് യാഥാർത്ഥ്യമാകും. പറഞ്ഞു ഇവൻ പേടിച്ചുപോയി. പിന്നെ ഒരു മരത്തിൻ്റെ തവണിലേക്ക് മാറ്റിയെടുത്തിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രാർത്ഥിച്ചിട്ട് ഇവൻ ചെയ്ത ഈ ദുഷ്കൃത്യങ്ങളെല്ലാം ഡേ ഇൻ ഡേറ്റ് അടക്കം സംഭവങ്ങൾ കൃത്യം അവനോട് ചോദിച്ചു. ഒരു കുഞ്ഞിൻ്റെ കരച്ചിലാണ് കാണുന്നത് എൻ്റെ മുമ്പിൽ. അവൻ സമ്മതിച്ചു. കുറ്റം സമ്മതിച്ച് കഴിയുകയും പാർശ്വവിധം അങ്ങ് മാറി, ആ സൗമ്യഭാവം എല്ലാം അങ്ങ് മാറി. പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ഇദ്ദേഹം കാല് കൊണ്ടൊരു വെട്ടി ആൾ താഴെ വീണു. ഒരൊറ്റ പിടി പിടിച്ചു, ഇങ്ങനെ ഒതുക്കി നോക്കി നിൽക്കുകയും പോലീസ് വന്നു. വണ്ടിയെ കയറ്റിയിട്ടു. ഇവനെ അങ്ങോട്ട് പോയി. ആ കിടപ്പായി കിടക്കുന്നു. ആക്ച്വലി ഈ ചെന്നയാൾ പാസ്റ്ററൊന്നുമല്ല, ഒന്നാന്തരം നായർ. പുലി ശൈലിയെല്ലാം പഠിച്ച് നമ്മളോടൊക്കെ നടന്നു. അതിപ്പോൾ എനിക്ക് പ്രവാചകന്മാരെ കാണുമ്പോഴേ പേടിയാണ്. സൂക്ഷിച്ചോണ്ടല്ലോ, ഇതാരാ എന്നാന്നും അറിയത്തില്ല, അതുകൊണ്ടാണ്. കാര്യമെല്ലാം പഠി. ഈ ഡേയും ഡേറ്റും കൃത്യം ഇറങ്ങാറിയോ? കേസ് ഫയലെല്ലാം പുള്ളിയിൽ ഇരിക്കുക. കേസ് ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക ഫയലിനകത്ത്. ഡേ എല്ലാം പഠിച്ചുകൊണ്ട് വരും. തട്ടങ്ങ് തട്ടി ഇവൻ വീണു, അകത്ത് കിടക്കുക. അവനിപ്പോഴും ഓർത്തിരിക്കുന്നത് നമ്മളാരാണ്ട് എന്താണ്ട് കുരിക്കുക തന്ന. അത് നമ്മുടെ മണ്ടയ്ക്കായി, അതായില്ലേ കഷ്ടം. ലോകത്തിലെതിരെ പോയാലും നമ്മുടെ മണ്ടയ്ക്ക് അവസാനം ഒരു അടിയുണ്ടല്ലേ. പോട്ടെ, എന്താ പ്രശ്നമെന്നറിയണ്ടേ? ഞാനിവിടെ നിന്നൊരു പാഠം പഠിച്ചു. ഇവിടെ 3, 4 സ്റ്റാറുള്ള അശോകസ്തംഭമുള്ളവൻ അന്വേഷിച്ചിട്ട് തെളിയാത്ത സംഗതി ഒരു പോലീസ് വേഷം മാറി വന്നപ്പോൾ കണ്ടുപിടിച്ച്. കണ്ടോ? എന്തതിൻ്റെ അർത്ഥം അറിയണ്ടേ? ആദമ്യകുലത്തോട് ഹവ്വയോട് പണ്ടൊരു കാര്യം പറഞ്ഞു, നിൻ്റെ മോൻ ചെന്നിട്ടേ നിനക്കൊരു കുഞ്ഞുണ്ടാവും. ആ വാഗ്ദത്ത സന്തതി ദേവൻ്റെ ഉച്ചി അടിച്ച് തകർക്കും. ആമ്പിനോട് പറഞ്ഞു, നീ കുതികാലൊക്കെ അവൻ്റെ നേരെ തകർക്കാനായിട്ട് ചെല്ലും, അവൻ കീഴടങ്ങിയെന്നൊക്കെ നിനക്ക് തോന്നും. ആ കുതികാല് വെച്ച് തന്നെ നിൻ്റെ തല അവൻ തകർക്കും. അന്ന് മുതൽ പിശാചിന് ഇതാരായി വരുന്ന ആളെന്നിങ്ങനെ സംശയമാണ്. അപ്പോഴാ യേശുവിനെ കാണുമ്പോഴൊക്കെ പൂർണ്ണ അറിവൊന്നും ഉള്ളവനല്ല സാത്താൻ. അവൻ സർവജ്ഞാനിയല്ല കേട്ടോ, സർവജ്ഞാനിയല്ല. അതുകൊണ്ട് യേശുവിനെ കണ്ടപ്പോൾ ഒരു ഡൗട്ട്, ആളിത് തന്നെയാണോ? അതുകൊണ്ട് ഇവൻ പറയുന്നത് ഒന്ന് അറിയാനാ ചോദിക്കുന്നത്. നമ്മുടെ തല കളയാൻ വന്നവനാണോ എന്നറിയാൻ വേണ്ടി ഇവനൊരു ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോടപ്പമാകാം. യേശുവിൻ്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. പിടികിട്ടിയോ?
തിരിച്ചു വരാം. ഇനിയുണ്ടൊരു മർമ്മം. ഈ കല്ലിനോടൊപ്പമാകാൻ പറയുമ്പോൾ യേശു 40 ദിവസം ഉപവാസമാണ് കഴിഞ്ഞിട്ടിരിക്കുക അല്ലേ? 40 ദിവസം ഉപവാസം, ശരീരം ക്ഷീണിച്ചു, വിശപ്പും ദാഹവുമുണ്ട്, ഒരു മരുഭൂമിയിലാണ്, എന്ത് കിട്ടിയാലും കഴിച്ചു പോകുന്ന പ്രകൃത. ആദ്യത്തെ ആദമിനെ നോക്ക്, വിശപ്പില്ല, ദാഹമില്ല, ഒരു പറുദീസയില്ല, ഭക്ഷണം വേണ്ട. ഭക്ഷണം വേണ്ടാത്തവൻ, തേജോമയൻ, ദൈവകൃപ കൂടെയുള്ളവൻ, ദൈവ സാന്നിധ്യമുള്ളവൻ, മനോഹരമായ ഏദൻ പറുദീസയിൽ ഭക്ഷണം വേണ്ടാത്ത കാലത്ത് അവനെ ചെറുതു തോൽപ്പിച്ച് വേണ്ടാത്തത് ജയിച്ചവനാ പിശാചെങ്കിൽ, ഭക്ഷണം വേണ്ടുന്ന അവസ്ഥയിൽ, പ്രാകൃതാവസ്ഥയിൽ, വിശപ്പേറിയ അവസ്ഥയിൽ മരുഭൂമിയുടെ ചുട്ടുപഴുത്ത മണലിരിക്കുന്നവനെ കണ്ടപ്പോൾ കുരുക്കാൻ എളുപ്പമാണെന്നോർത്ത് വീണ്ടും ഭക്ഷണം കൊണ്ട് വന്നോണ്ടോ നീ ദൈവപുത്രനെങ്കിൽ. യേശു മുഖത്ത് നോക്കി പറഞ്ഞു, മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല, എൻ്റെ പൂർവികനെ ചതിച്ച് നീ തെറ്റ് ജയിച്ചെങ്കിൽ, ഇതാ തെറ്റ് ചെയ്യാത്ത, പ്രലോഭനങ്ങളുടെ ബുദ്ധ്യത്തിൽ തോറ്റുകൊടുക്കാത്ത ഒരു പുതുതലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ, ഞാൻ രക്തം കൊടുക്കാൻ, മറുവിലയായി കൊടുക്കാൻ ഇതുവഴി വന്നിരിക്കുക. ഇതറിഞ്ഞ പൗലോസ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശിൽ ചെല്ലുമ്പോഴും മാറ ചോദ്യം കേട്ടോ, അവൻ്റെ ചോദ്യം കേട്ടോ, നീ ദൈവപുത്രനെങ്കിൽ, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, ക്രൂശിൽ നിന്നിറങ്ങാൻ. ക്രൂശിൽ നിന്നിറങ്ങാനല്ല, ക്രൂശിൽ മരിക്കാൻ വന്നവനാണ് മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ്റെ ശക്തി മനസ്സിലായോ? ഇന്ന് നമ്മൾ പിശാചിനെ ശാസിക്കുമ്പോൾ പറയുന്ന വിലാസം ശ്രദ്ധിച്ചോ? ലോക്കൽ അഡ്രസ്സാ. പാലസ്തീനിലായിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരിട്ട് വിളിച്ച് യേശുവിൻ്റെ അഡ്രസ്സ് നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ, സ്വർഗീയനായ ദൈവപുത്രനായ അതൊന്നുമല്ല പറയുന്നത്, ലോക്കൽ അഡ്രസ്സ്. ഈ പേര് കേൾക്കുമ്പോൾ അവന് പേടിയാ, അവന് ഭയം. പിടികിട്ടിയോ? അതാ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. യേശുവിൻ്റെ പ്രവൃത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠം കടലിൻ മീതെ നടന്നതല്ല, 5 അപ്പം 5000 കൊടുത്തതല്ല, ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതല്ല, യേശുവിനെ ശ്രദ്ധേയനാക്കുന്ന ഘടകം അവൻ ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. ക്രൂശിൽ മരിക്കാൻ വന്നവൻ അവൻ. ലൂക്കോസ് ഈ യേശുവിനെ ആ ജീവിതത്തിൽ കാണുന്നേ. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വളരെ ചിന്തനീയമായൊരു കാര്യമുണ്ട്. എല്ലാം തികഞ്ഞ മനുഷ്യനെ തേടിയ ഗ്രീക്ക് ചിന്തകന്മാരുടെ നടുവിൽ ഈ ലൂക്കോസ് യേശുവിനെ അവതരിപ്പിക്കുന്നൊരു രംഗമുണ്ട്. യേശുവിനെ പീലാത്തോസ് ക്രൂശിക്കാൻ വിധിക്കുന്നതിന് മുമ്പ് 40 ചാട്ടയടി എന്ന ആ തത്വം അതിന് വിധിച്ചു. തലയിൽ മുൾക്കിരീടം വെച്ചു, അപമാനിതനാക്കി. അടിയേറ്റ ആ തിണുത്ത പാടുകളോടെ യേശു കയറി വരികയാണ്. ആ അടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നതിനപ്പുറത്താണ്, ചുമ്മാ അടിക്കല്ല. പരിശീലനം സിദ്ധിച്ച പടയാളികൾ ഒരു കൽത്തളത്തിൽ ഈ വിക്ടിമിനെ കമത്തിക്കിടത്തിയിട്ട്, അത് അവിടുത്തെ ചിട്ട, അത് കൈ താഴെ ചങ്ങലയോട് ചേർത്ത് കെട്ടി അനങ്ങാനാവാത്ത വിധത്തിലാക്കി ആദ്യത്തെ 5 അടി ഇങ്ങനെ നേരെ അടിക്കും. പിന്നൊരു ചെറിയ ഇടവേള, അവൻ്റെ ജോലി കഴിഞ്ഞ് അവൻ മാറും. അടുത്തവൻ പുതിയ ചാട്ടയെടുക്കും, ചമ്മട്ടിയാണ്. ആ ചമ്മട്ടി കൊണ്ടുവന്ന് ആദ്യം അടിച്ചത് ഇങ്ങനെയെങ്കിൽ അടുത്തടി ഇങ്ങനെ ക്രോസ് 5 എണ്ണം. 10 അടി കഴിയുമ്പോൾ മലർത്തി കിടത്തും. ഇതുപോലെ നെഞ്ച് തീർത്തടിക്കും. എന്ന് വെച്ചാൽ തിരിച്ച് കമത്തിയും നേരെ ഇട്ടും അടിക്കും. 10ഉം 20 അടി കഴിഞ്ഞു. അടുത്ത 5 അടി വീണ്ടും കമത്തിയിട്ടടിക്കും. അടിയുടെ പാടേൽക്കാത്ത ഒരിടവും കാണൂല. അടിയുടെ പാടുകൾ അവസാനം ഇങ്ങനെ കളം പോലെ, പരമ്പ് മെനഞ്ഞ പോലെ ആ പാട് പോലെ കിടക്കും. ഇത് കണ്ട പ്രവാചകൻ എഴുതിയത്, അവൻ്റെ പുറ ഉഴവുചാൽ പോലെ കീറി. ഈ ഹീനാവസ്ഥകളുടെ കടത്ത് വിടുമ്പോഴേക്കും മനുഷ്യൻ രോഗാതുരനാകും, ശരീരം വിറയ്ക്കും. ഗൾഫിൽ ചാട്ടയടിയേറ്റ ഒരു മനുഷ്യനെ ഞാൻ അവിടെ ചെന്ന് കണ്ടു. ദേഹമാസകല ഇപ്പോഴും വിറയ്ക്കുകയാണ്. ഇങ്ങനെ വിറയ്ക്കുന്ന കയ്യും കാലും. ചാട്ടയടി കിട്ടിയ മനുഷ്യനാണ്. എന്തിനാ പറഞ്ഞത്? അടിയേറ്റാൽ ഈ വിധത്തിലൊക്കെ ആകാം, സമനില തെറ്റിപ്പോകാം. സർവോപരി ആക്ഷേപം. ഒരടി കിട്ടുമ്പോഴേ ആക്ഷേപമല്ലേ? തലയിൽ മുൾക്കിരീടം കടന്നു പോകുന്നവരൊക്കെ അവഹേളിക്കുന്നു. സമനില തെറ്റിയേക്കാം. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കരുണാമയൻ്റെ സമനില തെറ്റിയെന്ന്? തിരുവെഴുത്തുകളിൻ പ്രകാരം മുൻകൂട്ടി എഴുതി വെച്ച ആ വചനത്തിൻ്റെ വാഗ്ദത്തങ്ങളാ ആ ശരീരത്തിൽ ഏറ്റെടുക്കുന്നത്. ഇത് കാണുമ്പോൾ തോൽവിയല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം.
ഈ പീഡനമേൽക്കുന്നവൻ, ഈ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവനെ ലൂക്കോസ് ആത്മാവിൽ കണ്ടു. പീലാത്തോസ് യേശുവിനെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഹോയ് ആന്ത്രപ്പോയ് ഈസൂസ് നസറിൻ. ഇതാ നസ്രായനായ യേശു എന്ന ആ മനുഷ്യൻ. ഏത് മനുഷ്യനെന്നറിയണ്ടേ? അല്ലയോ ഗ്രീക്കുകാരെ, നിങ്ങളുടെ ചിന്തകൻ സകലതും തികഞ്ഞൊരു മനുഷ്യനെ ചോദിച്ചെങ്കിൽ ദാ ഈ മനുഷ്യൻ. ഇതിനാ ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതുന്നത്. തെയോഫിലോസേ, ഞാൻ ഈ ചരിത്രം എഴുതുമ്പോൾ ഓർക്കണം, നമ്മുടെ ഋഷിവര്യന്മാർ പണ്ട് ചോദിച്ചു, എല്ലാം തികഞ്ഞൊരു മനുഷ്യനുണ്ടോ? ആ മനുഷ്യനിതാ. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും പരമപ്രധാനമായ ഏറ്റവും അങ്ങേയറ്റത്തെ ശിക്ഷ, ദാരുണമായ മരണശിക്ഷ ഏറ്റുവാങ്ങി, പീഡ ഏറ്റുവാങ്ങി 3 ദിവസം ഈ ശവശരീരം അഴുകി ദ്രവിച്ച് മണ്ണിൻ്റെ ഭാഗമായി മണ്ണിൽ തന്നെ ചേരണം. ഇതാണ് ഒരു ശാസ്ത്രവിധിയെങ്കിൽ ജനനത്തിൽ അവനെങ്ങനെ വ്യത്യസ്തനായിരുന്നോ ഇതുപോലെ മരണത്തിലും വ്യത്യസ്തനായി തൻ്റെ ശരീരം ജീർണിച്ച് മണ്ണോട് ചേരാൻ പിതാവ് അനുവദിച്ചില്ല. തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ പിതാവ് സമ്മതിക്കില്ല എന്ന വചനം നിറവേറിക്കൊണ്ട് അവൻ തന്നെ പ്രാണന വിട്ടു. വചനം പറയുന്നത്, ഹിസ് ബോഡി വാസ് ഇൻ ഗ്രേവ് ബട്ട് ഇൻ സ്പിരിറ്റ് ഹി എൻറ്റർഡ് ഇൻടു ദ ഷിയോൾ. അവൻ്റെ ശരീരം കല്ലറയിൽ, ആത്മാവിൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ചെന്നു. തടവിലിരുന്ന ആളുകളോട്, ആത്മാക്കളോട്. ചരിത്രത്തിൽ ആദ്യം മരിച്ച നീതിമാൻ ഹാബേലാണ്. ഹാബേൽ മുതൽ സ്നാപകൻ വരെയുള്ള നിരവധി ഭക്തന്മാർ, അവരുടെ ആത്മാക്കളെ ദൈവം താൽക്കാലികമായി തടവിലാക്കിയിരിക്കുന്നു. വീണ്ടെടുപ്പ് കഴിഞ്ഞില്ല. അവർ കാത്തിരിക്കെ അവർ കഴിയുന്ന പറുദീസയ്ക്കുള്ളിലേക്ക് കടന്നു. ആ പറുദീസയാണ് പണ്ടൊരിക്കൽ കറങ്ങുന്ന വാളിൻ്റെ ജ്വാലയും കെരൂബുകളെയും കാവൽ നിർത്തിയ ആ സ്ഥാനം ഭൂമിയുടെ അധോഭാഗങ്ങളിലുണ്ട് എന്നാണ് അവരുടെ സങ്കല്പം. ആ കതക് തുറക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ദൈവം കൊട്ടിയടച്ച കെരൂബുകളാണ്, ദൈവം നിർത്തിയിരിക്കുന്ന കാവല. പക്ഷെ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ്റെ മുമ്പിൽ ആ വാതിലും മലക്ക തുറന്നു. തടവിലുള്ളവരെ തന്നിലേക്ക് ആശ്ലേഷിച്ചാവഹിച്ച് കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനെ പതുക്കെ തിരിച്ചറിഞ്ഞ മറിയ ആ പാദം ചുംബിക്കാൻ അടുത്തേക്ക് വരുമ്പോൾ യേശു പറഞ്ഞ്, എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. ഇതേ യേശു അടുത്ത ദിവസം തോമസിനോട് പറഞ്ഞു, എന്നെ തൊടുക യാണിപ്പഴുതിൽ. കാരണം അതിനകത്തൊരു മർമ്മമുണ്ട്. ഈ മനുഷ്യരെ തിരുമുൾക്കാഴ്ചയായി പിതാവിനർപ്പിച്ചിട്ട് പറയണം, ഇതാ ഞാനും അങ്ങനെക്ക് തന്ന മക്കളും, ഇതാ ഞാൻ തന്ന വഴിയും സത്യവും ജീവനുമെന്നരളിയവൻ്റെ ശബ്ദം, നിതാന്തമായ ആ ശബ്ദം എല്ലായിടത്തേക്കും പ്രകാശമായി, എല്ലായിടത്തും വെളിച്ചമായി, ഊർജമായി സഞ്ചരിച്ച് വരും വഴിക്ക് മാസിഡോണിയയിലെ ഒരു വൈദ്യനും അത് പ്രാപിപ്പാൻ ദൈവം കൃപ നൽകി. ശിഷ്ടായി സയാൾ ആ യേശുവിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ താൻ കണ്ടിട്ടില്ലാത്ത, താൻ പഠിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിലിതാ താൻ പഠിച്ചതും അറിഞ്ഞതുമായ ആ മനുഷ്യൻ്റെ തിരുപ്പിറവി നടന്നു എന്ന് കൃത്യം രേഖകൾ വെച്ച് ഉദ്ധരിച്ചുകൊണ്ട് എല്ലാത്തരം ആ വിമർശനത്തിൻ്റെയും പഴുതടച്ചുകൊണ്ട് അദ്ദേഹം തെളിയിക്കുമ്പോൾ ഒരു വിഷയം അവശേഷിക്കുന്നു. അവൻ കന്യകയിലൊരു മനുഷ്യൻ ജനിക്കുമോ? ഇതൊരു മിത്തല്ലേ? കേരളം ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഒരു മിത്തുമല്ല. കാരണം പ്രത്യുൽപാദനമില്ലാതെ ജീവനുണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ പരിണാമവാദികൾക്ക് സമ്മതിച്ചേ പറ്റൂ. പ്രത്യുൽപാദനമില്ലാതെ ജീവൻ സാധ്യമോ എന്ന് ചോദിച്ചാൽ അമീബ മുതലുള്ള കഥ പറഞ്ഞു വരുമ്പോൾ അതൊന്നും പ്രത്യുൽപാദനം വഴിയല്ല. ഇത് ഒരു സ്ഥിര സംഭവമല്ല, ഒരിക്കൽ മാത്രം സംഭവിച്ച പ്രവൃത്തി എന്ന അത്ഭുതമാണ്. ആ ദൈവപ്രവൃത്തി യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ തെളിവായി ഇന്നത്തെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം ഇന്നും ഭക്തൻ ആസ്വദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ്
ഊതിക്കെടുത്താൻ, തള്ളിത്തകർക്കാൻ 10 റോമൻ ചക്രവർത്തിമാർ 3-4 നൂറ്റാണ്ടുകൾ കഠിനമായി പരിശ്രമിച്ചു. ഞാനും നിങ്ങളും പാദമോ നിൽക്കുന്ന ഈ സ്ഥലമൊക്കെ ഒരിക്കൽ റോമൻ സാമ്രാജ്യമായിരുന്നു. കൈസർമാരുടെ തേരോട്ടം നടന്ന മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഉലുകത്തെ കിടകിടാ വിറപ്പിച്ച കൈസർമാരുടെ തേരോട്ടം, ആയിരക്കണക്കിന് മനുഷ്യരെ ജീവത്യാഗം ചെയ്ത് കൊല വിളിച്ച മനുഷ്യർ, അവരിലധികവും ലോകത്തേറ്റവും അധികം ആളുകൾ മരിച്ചു വീണ മാർഗം യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ മാർഗമായിരുന്നു. ചുണ്ണാമ്പ് ചൂളകളിൽ വിശക്കുന്ന മൃഗങ്ങളുടെ മുമ്പിൽ ഒക്കെ ഇട്ട് നമ്മെ ദാരുണമായി കൊലപ്പെടുത്തി. ആ മരണത്തിൽ നിന്ന് ചിറകടിച്ചു മുളച്ചു വന്ന മാർഗം 2000 ആണ്ടായി ഭൂമിയുടെ 5 വൻകരകളിലും പടർന്നു പന്തലിച്ചു മഹാശക്തിയായി നിൽക്കുമ്പോൾ പോരാ, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവവൈതലും അതിൻ്റെ വക്താക്കളാകണം. യേശുവിനെ സാക്ഷിക്കാൻ കിട്ടുന്ന ഒരവസരം കളയരുതേ. യേശുവിനെ പ്രസംഗിക്കാൻ കിട്ടുന്ന ഒരവസരം കളയരുതേ. ഈ ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ കിട്ടുന്ന ഒരവസരം കളയരുത്. എവിടെ പോയാലും ജീവിതത്തിൻ്റെ ഏത് മണ്ഡലത്തിലും ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകും, ഞാൻ യേശുവിനെ പ്രസംഗിക്കും, യേശുവിനായി നിൽക്കും. ഈ ബോധ്യം നമുക്ക് പുത്തൻ ഉണർവാകട്ടെ, പ്രതീക്ഷകളാകട്ടെ. ഈ യോഗത്തിൽ എന്നെ ക്ഷണിച്ച കർത്തൃദാസനും സഭയ്ക്കും നന്ദിയും വന്ദനവും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. തിരുനാമം